ഓഡിയോ വീഡിയോ ഒക്കെ ഓക്കെ. മിസ്സേ ഒരു മിനിറ്റ് വീഡിയോ ഓൺ ആക്കാവേ. അവിടെ പോയിരുന്ന് എഴുതുന്നു. ഞാൻ ഇവിടെ ക്ലാസ് എടുക്കണം. ശരി, അവിടെ പോയിരുന്നു ചെല്ലേ. നല്ല കുട്ടിയാവൻ. കറണ്ട് ഇല്ലേ റമീസ? മിസ്സേ ഒരു മിനിറ്റ്, റൂമിലേക്ക് വന്നിട്ടുള്ളൂ മിസ്സേ. വന്നിട്ടേ ഉള്ളൂന്നോ? പുറത്തു പോയതായിരുന്നോ? ഇല്ല മിസ്സേ, താഴത്തെ ഉണ്ടേനി. മേലിന്ന ക്ലാസ് കേൾക്കാൻ കഴിയും, താഴത്തെ പിള്ളേരെ സൗണ്ടും. ഓക്കെ. ഓക്കെ, സ്ഥിരം കയറുന്ന ആൾക്കാരൊക്കെ കയറിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെ എടുത്തത്? ഇന്നലെ എവിടെ വരെ എടുത്ത്? ഫസ്റ്റത്തെ അല്ല, ശ്രവണശക്തി കുറഞ്ഞിരിക്കുക അല്ലെ, ഭാഷണ ന്യൂനതയ്ക്കുള്ള കാരണങ്ങൾ. വാട്ട് ആർ സം സ്പീക്കിംഗ് ഡിസബിലിറ്റീസിൽ ശ്രവണശക്തി കുറഞ്ഞിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അത് കഴിഞ്ഞു, 5 പോയിന്റ്. നെക്സ്റ്റ് സെക്കൻഡ് വൺ എടുക്കണം മിസ്സേ. ഞാൻ സെക്കൻഡ് വൺ ആണ് എടുക്കാനുള്ളത്. മുച്ചുണ്ട് മുറിച്ചുണ്ട് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. ഒരു സിനിമൻ ഉദാഹരണം പറയും. ദിലീപിന്റെ ഒരു സിനിമൻ ഉണ്ട്, മുച്ചുണ്ടുള്ള ഒരു എന്താ പറയാ, സൗണ്ട് തോമ അല്ലെ. അത് തന്നെ നമുക്ക് ഉദാഹരണമായിട്ട് നമുക്ക് പറയാം. ഒരു ജന്മനാ തന്നെ ഉണ്ടാവുന്നതാണ്. ചില കുട്ടികൾക്ക് അത് അവിടെ ചുണ്ടിന്റെ ഈ ഭാഗത്ത് എന്ത് ചെയ്യാം, ഒന്നായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് പോലെ ഇങ്ങനെ പോകുക. എന്നിട്ട് അത് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അങ്ങനെ ഒരു അടയാളമൊക്കെ ഉണ്ടാവും. പിന്നെ സംസാരിക്കുമ്പോഴൊക്കെ ആ ഒരു പ്രശ്നം വരികയും ചെയ്യും അല്ലെ. ആ ജീവനാന്തം ജനനം മുതൽ മരണം വരെ അത് ഉണ്ടാവും. അത് പിന്നെ എന്തോ ചെയ്തിട്ടും കാര്യമില്ല, അത് എന്തായാലും ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ അതും എന്തിനൊരു കാരണമാണ്? ഭാഷണ ന്യൂനതയ്ക്കുള്ള ഒരു കാരണമാണ്, സ്പീക്കിംഗ് ഡിസബിലിറ്റീസിനുള്ള ഒരു കാരണമാണ് അല്ലെ. അപ്പൊ ജന്മനാ തന്നെയോ ചിലപ്പോ അപകടത്തിൽപ്പെട്ടിട്ടും അങ്ങനെ ഉണ്ടാവാം അല്ലെ. അപകടത്തിൽപ്പെട്ടിട്ട് എന്ത് ചെയ്യാം, അങ്ങനെ സംഭവിക്കാം. ജന്മനാ തന്നെയോ അപകടത്തിൽപ്പെട്ടോ ചുണ്ടിന് ഈ അപാകത ഉണ്ടാകാവുന്നതാണ്. മേൽചുണ്ടോ കീഴ്ചുണ്ടോ കീറിയിരിക്കുന്നതാണ് മുച്ചുണ്ട്. നമ്മുടെ താഴത്തെ ചുണ്ടോ അല്ലെങ്കിൽ മേലത്തെ ചുണ്ടോ എന്ത് ചെയ്യാം, അങ്ങനെ കീറിയിരിക്കാം അല്ലെ, ഒരു കീറൽ ഉണ്ടാവുക. അതിനാണ് എന്ത് പറയാ, മുച്ചുണ്ട് എന്ന് പറയാം. ഉച്ചരിക്കുവാൻ ചുണ്ടിന്റെ സഹായം നമുക്ക് ആവശ്യമാണ്. നമുക്ക് ഇങ്ങനെ സംസാരിക്കാനും നമുക്ക് എന്ത് വേണം, നമ്മുടെ ചുണ്ട് വേണം, അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുമോ? ഏതൊരു അക്ഷരം നമ്മൾ പറയുമ്പോഴും ഈ ചുണ്ട് അതിന്റെ കൂടെ പ്രവർത്തിക്കുന്നുണ്ട് ഇല്ലേ. ചുണ്ടില്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റൂല. അപ്പൊ ചുണ്ടിന് എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ അത് നമ്മളെ എന്തിനു ബാധിക്കും? സംസാരത്തിനെ ബാധിക്കും അല്ലെ. ചുണ്ടിന്റെ വൈകല്യവും ഭാഷണത്തെ സ്വാധീനിക്കും. ചുണ്ടിന്റെ വൈകല്യം എന്ത് ചെയ്യും? ഭാഷണത്തെ സ്വാധീനിക്കും എന്നുള്ളതാണ് ചുണ്ടിന്റെ വൈകല്യം. അപ്പൊ നമുക്ക് ചുണ്ടിന് എന്തെങ്കിലും വൈകല്യം ഉണ്ടെങ്കിൽ നമ്മളെ സംസാരത്തെ അത് ബാധിക്കും. ഇപ്പൊ ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും അതിലൊരു പ്രത്യേകത തോന്നുന്നുണ്ടോ? ഞാൻ പറയുന്നതിൽ സംസാരത്തിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? തോന്നില്ല. ഒരു പ്രത്യേകത തോന്നില്ല. മിസ്സിന് സ്പീഡ് ഉണ്ട്. എന്താടാ? മിസ് ഭയങ്കര സ്പീഡാണ്. സ്പീഡിൽ പറയാ, അതല്ല വേറെ സ്പീഡായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? അത് മനസ്സിലാവുന്നുണ്ട്. മനസ്സിലായാ മതി. അപ്പൊ എല്ലാം സ്പീഡിന്റെ കാര്യം മാത്രല്ല, വേറെ എന്തെങ്കിലും ഒരു പ്രത്യേകത തോന്നിയോന്ന്? ലിപ്പ് ചെറുതാണോ? ഏതെങ്കിലും വാക്കുകൾ ഉച്ചരിക്കുമ്പോഴോ ഏതെങ്കിലും അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോഴോ തോന്നിയോ? ഇല്ല അല്ലെ, തോന്നിയില്ല. അത് ഓൺലൈൻ ആയിട്ടായിരിക്കും. നമ്മൾ നേരിട്ട് പറയുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് അത് മനസ്സിലാവും, ചിലർക്ക് മനസ്സിലാവില്ല. എനിക്ക് ചെറിയൊരു ഡിസബിലിറ്റി ഉണ്ട്. ഡിസബിലിറ്റി പറയുന്നത് വലിയ സംഭവം ഒന്നല്ല കേട്ടോ. ഞാനത് എനിക്കത് കാര്യമാണെന്നുള്ള എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. എനിക്ക് സംസാരിക്കാനോ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷെ ചിലര് സാന്ന് പറയുമ്പോൾ, ഞാൻ സാന്ന് പറയുമ്പോൾ എന്റെ നാവ് ഇങ്ങനെ പുറത്തേക്ക് വരും. നിങ്ങളൊക്കെ സാന്ന് പറയുമ്പോൾ നാവ് പുറത്തേക്ക് വരുമോ? ഒന്ന് പറഞ്ഞു നോക്കിക്കേ. സാന്ന് ഞാൻ സാന്ന് പറയുമ്പോ കണ്ടോ
സാ. എന്റെ നാവ് പുറത്തേക്ക് വരും. സാ. ഒരു പ്രത്യേകത ഉണ്ട്. ഇപ്പൊ ചില ക്ലാസ്സിൽ നമ്മൾ ആദ്യമായിട്ട് ക്ലാസ്സിലേക്ക് അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ സാ എന്ന് പറയുമ്പോൾ കുട്ടികൾ ഇങ്ങനെ ചിരിക്കും. അപ്പൊ പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി പിന്നെ ഡെയിലി നമ്മളിങ്ങനെ ക്ലാസ് എടുത്ത് 2-3-4 ദിവസം കഴിയുമ്പോൾ കുട്ടികൾക്ക് മനസ്സിലാവും, ഇത് ടീച്ചർ പറയുന്നതിന്റെ ഒരു സ്റ്റൈലാണെന്നുള്ളത് മനസ്സിലാക്കി പിന്നെ അവർക്ക് ഒരു കുഴപ്പമില്ല. നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ ഒരു സ്കൂളൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുതിയ ക്ലാസ്സുകൾ പുതിയ അക്കാദമിക് ഇയർ ഒക്കെ തുടങ്ങുന്ന സമയത്ത് നമ്മൾ പുതിയ ക്ലാസ്സിലേക്കൊക്കെ ചെല്ലുമ്പോൾ കുട്ടികൾക്ക് എന്താണ് ഇങ്ങനെ സാ എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് അവരങ്ങനെയല്ലല്ലോ പറയുന്നത്. ഞാൻ പറയുന്നൊരു ചെറിയൊരു മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യമാണ്. ചിലരത് ശ്രദ്ധിക്കൂല. പക്ഷെ കുട്ടികളല്ലേ, കുട്ടികൾ ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കുമല്ലോ. അപ്പൊ എന്തെയ്യും, കുട്ടികൾ അത് ശ്രദ്ധിക്കും. അപ്പൊ അത് പറയും. അങ്ങനെ ശ്രദ്ധിച്ച് കുട്ടികൾ പറഞ്ഞിട്ടാണ് എനിക്കത് തോന്നിയത്, ഇങ്ങനെ ഉണ്ടല്ലോ സംഭവം എന്നുള്ളത്. ഞാൻ പറയുന്നത് പോലെ സാ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു വ്യത്യാസം തോന്നാം. അപ്പൊ അതൊരു സ്പീക്കിംഗ് ഡിസബിലിറ്റി ആണോ എന്നുള്ളതൊന്നും എനിക്ക് അറിയില്ല. പക്ഷെ ഒരു അക്ഷരം പറയുമ്പോൾ ഉള്ള കുഴപ്പമാണത് അല്ലെ. പല ആൾക്കാർക്കും അക്ഷരങ്ങൾ പറയുമ്പോൾ അല്ലെ താന്ന് പിന്നെ ചാ എന്നുള്ളതിന് ടാ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അല്ലെ. അങ്ങനെയുള്ള അച്ഛൻ എന്നുള്ളതിന് അത്തൻ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പല അക്ഷരങ്ങളും കിട്ടാത്ത ആൾക്കാരുണ്ട്. പക്ഷെ എനിക്ക് അക്ഷരം കിട്ടായികയല്ല, നമ്മൾ പറയുന്നതിൽ ചെറിയൊരു പ്രശ്നം അല്ലെ. അപ്പൊ അതൊക്കെ എന്താണ് ഇതേപോലുള്ള ഓരോരോ പ്രോബ്ലംസ് ആണ്. അപ്പൊ ഞാനിത് പറഞ്ഞു വന്നപ്പോ എൻ്റെ ഒരു അനുഭവം ഞങ്ങളോട് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ ചുണ്ടിന്റെ വൈകല്യം എന്ത് ചെയ്യും, നമ്മുടെ ഭാഷണത്തെ സ്വാധീനിക്കും എന്നുള്ളതാണ്. പിന്നെ ഘനജിഹ്വ, നെക്സ്റ്റ് വൺ. അടുത്ത എന്താണ്, ഘനജിഹ്വ. ജിഹ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നാക്കാണ്, നാവ്. അപ്പൊ ഘനജിഹ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കട്ടിയുള്ള നാക്ക്. നമ്മൾ കുട്ടികളോട് എപ്പോഴും പറയും അല്ലെ. കുട്ടികൾ ഇപ്പൊ ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിലോ ഏതോ ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുട്ടികൾക്ക് ഈ പിന്നെ എഴുത്തച്ഛന്റെ കവിതയൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിലുള്ള വരികളൊക്കെ ഉണ്ട്, ഭയങ്കര കടുകട്ടിയായിട്ടുള്ള വരിക. ഭഗ്നിസന്തപ്ത ലോഹസ്താംബു ബിന്ദുനാ സന്നിപം മർത്യജന്മം ക്ഷണഭംഗുരം ചക്ഷുശ്രവണ കളസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ കാലാഹീന പരിഗ്രസ്തമാം ലോകവും ആലോലചേതസാഭോഗങ്ങൾ തേടുന്നു. ഇങ്ങനെയുള്ള വരികളൊക്കെ കുട്ടികൾക്ക് നമ്മൾ വായിച്ചു കൊടുക്കുമ്പോൾ കുട്ടികൾ ഇങ്ങനെ അന്തം വിട്ടിരിക്കും. ടീച്ചർ ഇത് മലയാളം തന്നെയാണോ, അല്ലെങ്കിൽ ചോദിക്കും നമ്മളോട്. പിന്നെ വലിയ കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മളോട് ചോദിക്കും, അല്ലെങ്കിൽ ചെറിയ കുട്ടികളാണെങ്കിൽ ചോദിക്കും. അപ്പോ ഇത്തരത്തിലുള്ള വാക്കുകൾ കുട്ടികൾക്ക് ഉച്ചരിക്കാൻ ഇപ്പൊ ഇതിനേക്കാൾ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ അഭിപ്രായത്തിൽ അത്ര വലിയ ബുദ്ധിമുട്ടില്ല. എന്നാൽ കുട്ടികളുടെ കൺസെപ്റ്റിലെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ചില വേർഡ്സ് ഒക്കെ അവർ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പറയാൻ പറ്റൂല, പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പൊ നമ്മൾ കുട്ടികളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നാക്ക് പഠിക്കണം എന്നാൽ നന്നായിട്ട് പറയാൻ പറ്റും. നാക്ക് പഠിക്കണം നമ്മൾ പറയില്ല, നിങ്ങൾ പറയില്ലേ നാവ് പഠിക്കണം എന്നാലേ ശരിക്കും പറയാൻ പറ്റുള്ളൂ എന്ന് പറയാറില്ലേ. അത് നമ്മുടെ സ്വാഭാവികമായിട്ട് ഒരു യൂഷ്വലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണത്. നാവ് പഠിച്ചാലേ ശക്തിയായിട്ട് പറയാൻ പറ്റുള്ളൂ. നാവ് പഠിച്ചിട്ട് നാവ് പഠിച്ചിട്ട് പറഞ്ഞോക്കെ എന്നാൽ ശരിയാവും എന്ന് പറയും അല്ലെ. ഞാനും എൻ്റെ മോനോട് പറയാറുണ്ട്. അപ്പൊ അതെന്താ, ഘനജിഹ്വ, നാവിന് കട്ടി കൂടുക. നാവിന് കട്ടി കൂടുന്ന സമയത്തും എന്ത് വരും, ഈ സംസാരിക്കുമ്പോൾ പ്രശ്നങ്ങൾ വരും. മനസ്സിലാവുന്നുണ്ടോ? നാവിന് കട്ടി കൂടി കഴിഞ്ഞാല് സംസാരത്തിന് പ്രശ്നം വരും. കുട്ടികളിലാണ് പൊതുവെ ഘനജിഹ്വ കണ്ടുവരുന്നത്. എന്താണ്, ആവശ്യത്തിന് മാത്രമുള്ള ഘനം മാത്രമേ നാവിന് ഉണ്ടായിരിക്കാൻ പാടുള്ളൂ. നമ്മുടെ നാവിന് ജന്മനാ തന്നെ ആവശ്യത്തിനുള്ള ഒരു കനം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ, അതിൽ കൂടുതൽ ഉണ്ടാവാൻ പാടില്ല. അല്ലെങ്കിൽ ഉച്ചാരണം വ്യക്തമായിരിക്കില്ല. കൂടുതൽ കട്ടി ഉണ്ടായി കഴിഞ്ഞാല് നമ്മൾ സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യൂല, അത് വ്യക്തമാവൂല. നാക്ക് പഠിക്കാതിരുന്നാൽ ഒരു തരം അഴുക്ക് നാക്കിൽ വന്നു നിറയും. നമ്മൾ ഡെയിലി നമ്മൾ നാക്ക് പഠിക്കുകയാണെങ്കിൽ പ്രശ്നമില്ല. നമ്മൾ ഡെയിലി നാക്ക് പഠിക്കുകയാണെങ്കിൽ പ്രശ്നമില്ല. അപ്പൊ നാക്ക് പഠിക്കാതിരിക്കുന്ന സമയത്ത് ഒരു തരത്തിലുള്ള ഒരു വഴുവഴുപ്പ്, ഒരു അഴുക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ നാക്കിൽ വന്ന് പറ്റി പിടിച്ചിരിക്കും. അതങ്ങനെ ഇരുന്ന് എന്ത് ചെയ്യും, അത് നാക്കിനോട് ചേർന്നു ഇതാവും. പിന്നെ നമ്മളത് നാക്ക് പഠിച്ചാലൊന്നും അത് പോരൂല അല്ലെ. അതങ്ങനെ നാക്കിനോട് വന്ന് നിറഞ്ഞു നിൽക്കും. അപ്പോൾ നാവിന് എന്ത് ചെയ്യും, കൂടുതൽ കട്ടി വെക്കും. അപ്പോൾ എന്ത് ചെയ്യും, അതിനാൽ എന്താ ചെയ്യാ, നാവ് അനായാസമായി വഴങ്ങൂല. നമ്മൾ എന്ത് ചെയ്യും, ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു വേർഡ് പറയാൻ നോക്കുകയാണെങ്കിൽ നമുക്കത് ശരിക്കും ഇങ്ങോട്ട് നാവ് ഇങ്ങോട്ട് വഴങ്ങി കിട്ടൂല. അങ്ങനെ ഉണ്ടാവൂലേ മിസ്സേ? ബൈ ബർത്ത് അങ്ങനെ ഉണ്ടാവൂലേ? ബൈ ബർത്ത് അങ്ങനെ ഉണ്ടാവൂലേ? ഉണ്ടാവും. ചിലർക്ക് അങ്ങനെയുള്ളവർക്കാണ് ഈ സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവുക, ബൈ ബർത്ത്. ഇപ്പൊ ഇവിടെ എൻ്റെ ഹസ്ബൻഡിന്റെ ഏട്ടന്റെ മോനുണ്ട്. എൻ്റെ ഹസ്ബൻഡിന്റെ ഏട്ടന്റെ മോനും എൻ്റെ മോനും ഒരേ സ്കൂളാണ് പഠിക്കുന്നത്, ഒരേ ക്ലാസ് ആണ്. ഏതാ 7th സ്റ്റാൻഡേർഡിലാണ്. പക്ഷെ എൻ്റെ മോന് സംസാരിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, സാധാരണ പോലെയാണ് സംസാരിക്കുക. പക്ഷെ ഏട്ടന്റെ മോന് സംസാരിക്കുമ്പോൾ ചില പ്രോബ്ലംസ് ഉണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല, അങ്ങനത്തെ ബുദ്ധിക്കോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ സംസാരിക്കുമ്പോൾ ചില പ്രോബ്ലമാണ്. ചെറിയ കുട്ടികൾ സംസാരിക്കണ പോലെയാണ് എപ്പോഴും പറയാം. ചെന്നുള്ളതിന് അട്ടൻ, ചിലത് പറയുമ്പോൾ നമുക്കത് ക്ലിയർ ആവൂല, അങ്ങനെ പറയുന്നത് പോലെ. അപ്പൊ അത് ജന്മനാ കുട്ടിക്കുള്ള ചില പ്രശ്നമാണത്.
അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതാണ് പറഞ്ഞത്, ബൈബർത്തിലൂടെയും നമുക്ക് എന്തുണ്ടാവാം, അങ്ങനെ ഉണ്ടാവാം അല്ലെ. പിന്നെ ബൈബർത്തിലൂടെ അങ്ങനെ ഉണ്ടാവുന്ന ചെറുനാക്കില്ലാത്ത ആൾക്കാർക്കാണ് സംസാരിക്കാൻ കഴിയാതിരിക്കുക, നാക്കില്ലാത്ത ആൾക്കാർക്ക് സംസാരിക്കാൻ പറ്റില്ല. ചെറുനാക്കുണ്ടെങ്കിലല്ലേ നമുക്ക് അങ്ങനെയല്ല, സംസാരിക്കാം. നാവിന് കട്ടി കൂടിയവര് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും. അതുണ്ട്, നാവിന് കട്ടി കൂടിയാൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് പിന്നെ അങ്ങനെയുള്ള ആൾക്കാർ. ഓക്കെ, അപ്പൊ നാവ് അങ്ങനെ ആവുന്ന സമയത്ത്, കട്ടി കൂടുന്ന സമയത്ത് എന്ത് ചെയ്യൂല, നാക്ക് വഴങ്ങി കിട്ടൂല. ഇതെന്ത് ചെയ്യും, ഇത് ഭാഷണ വൈകല്യത്തിന് എന്ത് ചെയ്യും, കാരണമാകും. ഇനി അടുത്തത് എന്ന് പറയുന്നത് വിക്കാണ്. വിക്കുള്ള ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. വിക്ക്, അതിനും ഒരു ഉദാഹരണം ഉണ്ട്. ഇതൊരു നമ്മുടെ ജയസൂര്യന്റെ ഒരു സിനിമ ഉണ്ട്, പറഞ്ഞാൽ ശരിക്കും കിട്ടൂല, ടെൻഷനൊക്കെ കൂടുമ്പോൾ കൂടുതൽ വിക്ക് വരും. ഒരു സ്കൂളിലെ ഓഫീസ് സ്റ്റാഫൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ജയസൂര്യന്റെ ഒരു സിനിമ അതിലുണ്ട്. വചന ന്യൂനതയ്ക്കുള്ള ശാരീരികമായ ഒരു കാരണമാണ് വിക്ക് എന്ന് പറയുന്നത്. ഒരു കാര്യം നമ്മൾ പറഞ്ഞു പോയി അല്ലെ, എന്താ അങ്ങനെ പറയാം അല്ലെ. ഒരു വേർഡ് പറയാൻ, ഒരു വാക്ക് പറയുമ്പോ തന്നെ എന്ത് ചെയ്യുക, അതിന് ബുദ്ധിമുട്ട് ഉണ്ടാവുക അല്ലെ. അതാണ് പറയുന്നത് വചന ന്യൂനതയ്ക്കുള്ള ശാരീരികമായ ഒരു കാരണം എന്ന് പറയുന്നത് വിക്കാണ്. വേണ്ട സമയത്ത് വേണ്ട പോലെ നാക്ക് വഴങ്ങാതിരിക്കുക എന്നതാണ് വിക്കിന്റെ സ്വഭാവം അല്ലെ. നമുക്ക് വേണ്ട സമയത്ത് വേണ്ട പോലെ എന്ത് ചെയ്യുക, നാക്ക് വഴങ്ങാതിരിക്കുക എന്നുള്ളതാണ് എന്ത്, വിക്ക് എന്ന് പറയുന്നിട്ടുള്ള പ്രശ്നത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത്. ഇത് എന്ത് ചെയ്യും, ഭാഷണ വൈകല്യത്തിന് കാരണമാവും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ഇപ്പൊ പഠിച്ചത് ശാരീരികമായ കാരണങ്ങളാണ്. ശാരീരികമായ കാരണത്തിലാണ് ഫസ്റ്റ് വൺ ശ്രവണശക്തി കുറഞ്ഞിരിക്കുക, സെക്കൻഡ് വൺ മുറിച്ചുണ്ട്, തേർഡ് വൺ ഘനജിഹ്വ, ഫോർത്ത് വൺ വിക്ക്. ശാരീരികമായ കാരണങ്ങളുടെ 4 കാരണങ്ങളാണ് നമ്മളിപ്പോ പഠിച്ചത്. ക്ലിയർ ആണോ? അത് ക്ലിയർ ആണോ? യെസ് മിസ്. ഇനി ഇതിൽ സാഹചര്യപരമായ കാരണങ്ങളും ഉണ്ട്. സാഹചര്യപരമായിട്ടുള്ള കാരണങ്ങൾ, സാഹചര്യം കൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത് അല്ലെ. ചില കുട്ടികൾക്ക് അങ്ങനെ സിറ്റുവേഷൻ കൊണ്ട്, ജീവിത സാഹചര്യം കൊണ്ട് അങ്ങനെ മാറുന്നവരുണ്ട്. അതെന്താണ്, സാഹചര്യപരമായ കാരണങ്ങൾ കൊണ്ടും കുട്ടികൾക്ക് ഭാഷണ ന്യൂനത ഉണ്ടാകാവുന്നതാണ്. കുട്ടികൾ ഇഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളിലെ ഭാഷണ രീതി വികലമായിരുന്നതാണെങ്കിൽ ആ വൈകല്യങ്ങൾ കുട്ടികളിലേക്കും സംക്രമിക്കും. കുടുംബാംഗങ്ങളുടെ ഭാഷണത്തിലുള്ള ന്യൂനതകൾ സ്വാഭാവികമായും കുട്ടികളിലേക്കും പകരും. ഇതിന് പ്രധാന കാരണം കുട്ടി അനുകരണത്തിലൂടെയാണ് ഭാഷ പഠിക്കുന്നത് എന്നാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. നമ്മൾ കുഞ്ഞു കുട്ടികളോട് സംസാരിക്കുമ്പോൾ നന്നായിട്ട് സംസാരിക്കണം. പറഞ്ഞ ഓർമ്മ ഉണ്ടോ? കൊഞ്ചു കൊഞ്ഞ് പറയാൻ പാടില്ല. മാമു എനിക്ക് കുമ്പ പച്ചനുണ്ടരാ, മാമു വേനോ, മാമു വേനോ, നമുക്ക് താറ്റാറ്റ പോയാലോ, അങ്ങനെ നമ്മൾ പിന്നെ കൊഞ്ചു കുഴഞ്ഞ് നമ്മൾ പറയാം. ചില വേർഡ്സ് ഒക്കെ കുഞ്ഞു കുട്ടികൾ പറയണ പോലെ ആക്കി പറയില്ലേ. അപ്പൊ നമ്മൾ എന്താണോ പറയുന്നത് അത് അതേപടി കുട്ടികൾ അനുകരിക്കും അല്ലെ. അപ്പൊ നമ്മൾ പറയുന്നത് കുട്ടികൾ അനുകരിക്കുമ്പോൾ കുട്ടി വിചാരിക്കുകയാണ് നമ്മൾ ഈ പറയുന്നതാണ് ശരി, നമ്മളാണല്ലോ കുട്ടിയുടെ മുന്നിൽ. അപ്പൊ നമ്മൾ പറയുന്നതാണ് ശരി എന്ന് വിചാരിച്ചിട്ട് കുട്ടി എന്ത് ചെയ്യും, പിന്നെ വലുതാവുമ്പോൾ കുട്ടി അങ്ങനെ പറയും. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, സാഹചര്യപരമായ കാരണങ്ങൾ കൊണ്ട് കുട്ടിക്ക് ഈ ന്യൂനത ഉണ്ടാവാം. കുട്ടികൾ ഇഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളിലെ ഭാഷണ രീതി എന്ത് ചെയ്യുക, കുട്ടികൾ ജീവിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളിലെ ഭാഷണ രീതി, സംസാര രീതി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ വൈകല്യങ്ങൾ ആരിലേക്ക് എത്തും, കുട്ടികളിലേക്ക് എത്തും. കുട്ടി അത് കണ്ടിട്ടാണല്ലോ പഠിക്കുന്നത് അല്ലെ. തന്റെ കുടുംബത്തിലെ അംഗങ്ങളുടെ ഭാഷണത്തിലല്ല ന്യൂനതകൾ, തന്റെ കുടുംബത്തിലെ അംഗങ്ങൾ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെ, സ്വാഭാവികമായും അതെന്ത് ചെയ്യും, കുട്ടികളിലേക്ക് എത്തും അല്ലെ. ആ ന്യൂനത എന്ത് ചെയ്യും, ആരിലേക്ക് എത്തും, കുട്ടി ഇത് കണ്ടിട്ടാണ് പഠിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും, ആ ന്യൂനത കുട്ടികളിലേക്ക് എത്തും. ഇതിന് പ്രധാന കാരണം കുട്ടി എന്ത് ചെയ്യാണ്, അനുകരണത്തിലൂടെയാണ് ഭാഷ പഠിക്കുന്നത് എന്നാണ്. കുട്ടി എന്താ ചെയ്യുന്നത്, അനുകരിക്കുകയാണ് ചെയ്യുന്നത്. അനുകരണത്തിലൂടെയാണ് കുട്ടി എന്ത് ചെയ്യുന്നത്, ഭാഷണം പഠിക്കുന്നത് അല്ലെങ്കിൽ ഭാഷ പഠിക്കുന്നത് എന്നതാണ് അതിനുള്ള പ്രധാന കാരണം. അപ്പോൾ നമ്മുടെ ഭാഷണ ന്യൂനതയ്ക്കുള്ള കാരണങ്ങൾ 2 തരത്തിലുള്ള കാരണങ്ങളുണ്ട്. ശാരീരികമായ കാരണങ്ങളും സാഹചര്യപരമായ കാരണങ്ങളും. ശാരീരികമായ കാരണങ്ങളിലുള്ള നമ്മൾ പറഞ്ഞത് ശ്രവണശക്തി കുറഞ്ഞിരിക്കുക, മുറിച്ചുണ്ട്, ഘനജിഹ്വ, പിന്നെന്താ, വിക്ക്. പിന്നെ നമ്മൾ പറഞ്ഞത് സാഹചര്യപരമായ കാരണങ്ങളാണ്. ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് വൺ നമ്മൾ പറയുന്നത് ഇതിനുള്ള പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. പരിഹാര മാർഗങ്ങൾ അല്ലെ, എന്താണ് നമ്മൾ ചെയ്യുക, ഇതിനുള്ള പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണ് സ്പീച്ച് തെറാപ്പി നോക്കാം. ആദ്യമായി വേണ്ടത് കുട്ടികൾക്ക് അവരുടെ ഭാഷണ സംവിധാനം ശുദ്ധമായി സൂക്ഷിക്കുന്നതിനുള്ള പരിശീലനം നൽകുകയാണ്. അവർക്ക് സംസാരിക്കാൻ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ക്ലിയറായിട്ട് വ്യക്തതയോട് കൂടി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക അല്ലെ. അപ്പൊ എന്ത് ചെയ്യുക, ആദ്യമായി വേണ്ടത് കുട്ടികൾക്ക് അവരുടെ ഭാഷണ സംവിധാനം ശുദ്ധമായി സൂക്ഷിക്കാനുള്ള പരിശീലനം, കുട്ടികൾക്ക് സംസാരിച്ചത് റെഡിയാക്കാനുള്ള പരിശീലനം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. പിന്നെ അനുസ്യൂതം അവികലമായി ശ്രവിക്കാനുള്ള സന്ദർഭം കുട്ടികൾക്ക് നൽകിയാൽ ഭാഷണ വൈകല്യങ്ങൾ പരിഹരിക്കാനാകും. ജിഹ്വയെ
ഇഷ്ടം പോലെ ചലിപ്പിക്കാൻ കഴിവുണ്ടെങ്കിൽ മാത്രമേ ശരിയായ ഭാഷണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അനുസ്യൂതം തുടർച്ചയായി, അനുസ്യൂതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, തുടർച്ചയായി എന്നാണ്. തുടർച്ചയായിട്ട് അവികലം, ഒരു തരത്തിലുള്ള വികലതയും ഇല്ലാതെ, ഒരു പ്രശ്നവും ഇല്ലാതെ ശ്രവിക്കാനുള്ള സന്ദർഭം കുട്ടികൾക്ക് നൽകുക. കുട്ടി കേൾക്കണം, കേട്ടാണ് കുട്ടി പഠിക്കുക നമ്മൾ പറഞ്ഞു. ഒരാൾ പറയുന്നത് കേട്ട് കുട്ടി പഠിക്കും. അപ്പൊ ശ്രവിക്കാൻ സന്ദർഭം കുട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? കുട്ടി വൈകല്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പരിഹരിക്കാൻ പറ്റും. കുട്ടി ആദ്യം കേട്ടിട്ടല്ലേ പഠിക്കുന്നത്. അപ്പൊ കേൾക്കാനുള്ള സന്ദർഭം, അത് കൃത്യമായിട്ട് കേൾക്കാനുള്ള ഒരു സന്ദർഭം കുട്ടിക്ക് സാഹചര്യം ഉണ്ടാക്കി കൊടുത്താല് കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നന്നായിട്ട് സംസാരിക്കാൻ പറ്റും എന്നാണ് ഇവിടെ പറയുന്നത്. അതെ, ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ ജിഹ്വാന്ന് നാവെന്ന് കൊടുത്താ പോരെ മിസ്സേ? എന്താടാ നാവെന്ന് കൊടുത്താ പോരെ മിസ്സേ? ജിഹ്വാന്നെല്ലാം കൊടുക്കണോ? ഞാനും വിചാരിച്ചത് എന്തിനായി കടിച്ചപ്പെട്ടാത്ത വേർഡ്. ജിഹ്വ ജിഹ്വ നാവാണ് കേട്ടോ. ജിഹ്വ കട്ടിയുള്ള നാവ്, കട്ടിയുള്ള നാക്ക് എന്നാണ്. ഓക്കെ, അപ്പൊ നോക്കാം. പിന്നെ ജിഹ്വയെ ഇഷ്ടം പോലെ ചലിപ്പിക്കാൻ കഴിവുണ്ടെങ്കിൽ മാത്രമേ ശരിയായിട്ട് ഭാഷണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് നാക്കിനെ ശരിയായിട്ട് ചലിപ്പിക്കാൻ പറ്റിയാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ. നാക്കിനെ ശരിയായ രീതിയിൽ ഇതാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, ഇപ്പൊ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് എന്ത്, ടോൺസിലൈറ്റീസിന്റെ സൂപ്പർ വരാറുണ്ട്. നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ടോ എനിക്കറിയില്ല. എനിക്ക് കോൾഡ് വന്നു കഴിഞ്ഞാൽ അപ്പം വരും ടോൺസിലൈറ്റീസ്. തൊണ്ടയിൽ പ്രശ്നം, തൊണ്ടയിൽ ഇൻഫെക്ഷൻ വരിക. നിങ്ങൾക്ക് ആർക്കും ഉണ്ടാവാറുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ഉണ്ടാവാറുണ്ട് കോൾഡ് വരുമ്പോൾ തൊണ്ടവേദന. ആ തൊണ്ടവേദന എന്ന് പറയുന്നത് എനിക്ക് പാരമ്പര്യമായിട്ടുണ്ട്. എനിക്ക് കൃത്യം, എനിക്കൊരു കോൾഡ് വന്ന അപ്പയ്ക്ക് പേടിയാണ്. എനിക്ക് പൊടിയെ തട്ടാൻ പറ്റില്ല. ഭയങ്കര അങ്ങനെയുള്ള പൊടികൾ നമുക്ക് തട്ടി കഴിഞ്ഞാൽ അപ്പം എനിക്ക് കോൾഡ് വരും. കോൾഡ് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പാണ് എന്ത് വരും, എനിക്ക് ഇവിടെ തൊണ്ടയിൽ ഇൻഫെക്ഷൻ വരും. തൊണ്ടയിൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സംസാരിക്കാൻ പറ്റൂല. അത് പിന്നെ എന്നെയും കൊണ്ടേ പോകും. ഒരു മാസത്തേക്ക് അത് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവും. പിന്നെ ഞാൻ കഴിഞ്ഞ വർഷം സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ തൊണ്ടവേദന ഇൻഫെക്ഷൻ വന്നിട്ട് പിന്നെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവലും, രാവിലെയും രാത്രി ഇഞ്ചക്ഷൻ വെക്കലും, ഗ്ലൂക്കോസ് കയറ്റലും, അങ്ങനെ ഭയങ്കര പണിപ്പെട്ട് നല്ലൊരു സംഖ്യ അങ്ങോട്ട് പൊട്ടി. ഇവിടെ തൊണ്ടയ്ക്ക് ഇൻഫെക്ഷൻ വന്ന അപ്പൊ അവിടെ എന്ത് ചെയ്യണം, അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ, അടഞ്ഞു പോവാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ നാവ് ഇതേപോലെ ചലിപ്പിക്കാൻ പറ്റൂല. അപ്പൊ ഭക്ഷണം കഴിക്കാൻ പോലും പറ്റില്ല, വെള്ളം ഇറക്കാൻ പോലും പറ്റണില്ല. പിന്നെ എങ്ങനെയാ സംസാരിക്കുക? നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ഈ നാവിനെ നമുക്ക് ശരിക്കും ചലിപ്പിക്കാൻ പറ്റിയാലല്ലേ നമുക്ക് സംസാരിക്കാൻ പറ്റൂ. ഇവിടെ പറഞ്ഞ പോലെ അവിടെ നാവ് ചലിപ്പിക്കാൻ പറ്റും, വായ നനക്കാൻ പോലും നമുക്ക് പറ്റൂല. അങ്ങനെ വേദനയായിരിക്കും. ഇവിടെയുള്ള ഈ ഇതൊന്നായിട്ട് ഇങ്ങോട്ട് വന്നിട്ടേ ഇവിടെ മൊത്തം നമുക്ക് വേദനയാവും. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞു നോക്കിക്കേ, അല്ലെ? എന്താ നോക്കിക്കേ, ജിഹ്വയെ ഇഷ്ടം പോലെ ചലിപ്പിക്കാൻ കഴിവുണ്ടെങ്കിൽ മാത്രമേ ശരിയായി സംസാരിക്കാൻ പറ്റുള്ളൂ. ഇതിക്ക് അനുഭവിച്ച് ഞാൻ മനസ്സിലാക്കിയ സാധനമാണ്. അതോടാണ് ഞങ്ങൾ പറഞ്ഞത്, അല്ലെ? നാവിനെ ശരിക്കും ചലിപ്പിക്കാൻ പറ്റിയാലേ നമുക്ക് ശരിക്കും സംസാരിക്കാൻ പറ്റുള്ളൂ. ഞാനിപ്പോ ഇങ്ങനെ വായതോരാതെ നിങ്ങളോട് പറയണ്ട, അന്നത്തെ സമയത്ത് ഞാൻ മിണ്ടൂല, മൗനവ്രതമാണ് എനിക്ക്. അങ്ങനെ ഒരു തൊണ്ടവേദന വന്നു കഴിഞ്ഞാൽ പിന്നെ 2 ആഴ്ച നോക്കേണ്ട ആവശ്യമില്ല. ക്ലാസ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാ സ്വകാര്യം പറയുന്ന പോലെ ക്ലാസ് എടുക്കാനൊക്കെ പറ്റും, കൂടുതൽ പറ്റൂല. എന്നിട്ട് പിന്നെ ഇത് തീരെ മാറാഞ്ഞപ്പോൾ ഇഞ്ചക്ഷൻ ഒക്കെ വെച്ചിട്ട് ഡോക്ടറിനോട് പറഞ്ഞ് വോയിസ് റെസ്റ്റ് എടുക്കാൻ. ഈ പഴുപ്പ് പോകണമെന്നുണ്ടെങ്കിൽ ഈ പഴുപ്പിനുള്ള ആന്റിബയോട്ടിക് ഇഞ്ചക്ഷൻ വെക്കുകയും വേണം, അതേപോലെ തന്നെ അധികം സംസാരിക്കാനും പാടില്ല. ഇത് കൂടും എത്ര അങ്ങനെ ആവുന്ന സമയത്ത്. ആര് വോയിസ് റെസ്റ്റ് എടുക്കണേ? ഞാനോ? സ്കൂളും പോകണം, വീട്ടിൽ 2 മക്കളെയും മേക്കണം, സ്കൂളും പോകണം. ആരാ വോയിസ് റെസ്റ്റ് എടുക്കില്ല? നമുക്കൊക്കെ വോയിസ് റെസ്റ്റ് നല്ല ഉണ്ടാവൂലേ? അതാണ് പറയുന്നത്. ഓക്കെ, ഇനി പറയുന്നത് ഭാഷണാഭ്യാസങ്ങൾ നൽകി കുട്ടികളുടെ ഭാഷണ ന്യൂനത പരിഹരിക്കാവുന്നത്. എന്താണ് ഭാഷണാഭ്യാസങ്ങൾ? ഭാഷണാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എക്സസൈസ് ആണ്, ലാംഗ്വേജ് എക്സസൈസ് ആണ്. ലെറ്റേഴ്സിന്റെ സൗണ്ട്സ് ഒക്കെ അതന്നെ. ശരി ശരി. എങ്ങനെ വെച്ചേ? ഇപ്പൊ ആള് പറഞ്ഞോ നേരത്തെ? ഇപ്പൊ അവളുടെ പേരെന്തായിരുന്നു പറഞ്ഞു? ജുവൈരിയ. ജുവേരിയ പറഞ്ഞല്ലോ. ലെറ്റേഴ്സും വേർഡ്സ് ഒക്കെ ലെറ്റേഴ്സും വേർഡ്സും ഒക്കെ നമ്മൾ പറയില്ലേ, കുട്ടി കേട്ടാണ് പഠിക്കുന്നത്, കുട്ടി അനുകരിച്ചാണ് പഠിക്കുന്നത്, നമ്മൾ പറഞ്ഞപ്പോ ഓൾറെഡി അല്ലെ? അപ്പൊ കുട്ടികൾക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ളത് കുട്ടികളെ കൊണ്ട് പറഞ്ഞ് പരിശീലിപ്പിക്കുക. മനസ്സിലാവുന്നുണ്ടോ? അവരെ കൊണ്ട് നിരന്തരം പറയിപ്പിക്കുക, അല്ലെ? നമ്മളിപ്പോ നേരെ കുട്ടി ഒരു 2 വയസ്സ് 3 വയസ്സ് അല്ലെങ്കിൽ 4 വയസ്സുള്ള കുട്ടി നേരെ പോയിട്ട് ആൽഫബറ്റ്സ് ഒന്നും പഠിക്കൂല. കുട്ടിക്ക് പഠിക്കണമെങ്കിൽ കുട്ടിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇത് ആണ്, ആ അല്ലെങ്കിൽ എ അല്ലെങ്കിൽ ജി, അല്ലെ? അല്ലെങ്കിൽ ഘ, അതൊക്കെ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ കുട്ടീനെ കൊണ്ട് ഇത് പഠിപ്പിച്ചെടുത്തിട്ട് കുട്ടി ആദ്യം അത് പറയാൻ പഠിച്ച്, കുട്ടി അത് എഴുതാൻ പഠിച്ച്, പിന്നെ എഴുതാനും പറയാനും കൂടി ഒരുമിച്ച് പഠിക്കും, അല്ലെ? ഇതാണ് ആ,
ഇതാണ് ക, ഇതാണ് വ, ഇതാണ് പ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അക്ഷരങ്ങൾ ആദ്യം പഠിക്കുന്നു, അത് ആദ്യം ഉച്ചരിക്കാൻ കുട്ടീനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് വാക്കുകൾ ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നു. വാക്കുകൾ കൂട്ടിച്ചേർത്ത് വാക്യങ്ങൾ ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നു. അല്ല, ഇതൊക്കെ പഠിപ്പിച്ച കുട്ടികളുടെ നിരന്തരമായ പ്രാക്ടീസിലൂടെ മാത്രമേ, അല്ലെ, നിരന്തരമായ പരിശീലനത്തിലൂടെ മാത്രമേ കുട്ടികളുടെ ഈ ഒരു ഭാഷണ വൈകല്യം അല്ലെങ്കിൽ ശരിയായിട്ട് ഭാഷണം നടത്താനുള്ള കുട്ടികളുടെ ആ ഒരു കഴിവ്, ന്യൂനത നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പരിഹരിക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. അടുത്തത്, ശരിയായി ഉച്ചരിക്കണമെങ്കിൽ ശ്വസനത്തിന്റെ ശരിയായ ബഹിർഗമന രീതിയും നിയന്ത്രിക്കേണ്ട വിധവും അറിഞ്ഞിരിക്കണം. ശ്വസനാഭ്യാസത്തിലൂടെ ഇത് സാധിക്കും. ചില ആൾക്കാരുണ്ട് സംസാരിക്കുന്നുണ്ട് ഒറ്റ ശ്വാസത്തിന്. അപ്പൊ നേരത്തെ ഇയാൾ പറഞ്ഞു, എന്നോട് റമീസിനോട് പറഞ്ഞു ടീച്ചർ പറയുന്ന കുറച്ച് സ്പീഡാണ് എന്ന്. പക്ഷെ ഞാൻ പറയുന്നത് സ്പീഡ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടല്ലോ. പക്ഷെ ചിലര് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? സംസാരിക്കുന്നത് നമുക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല എന്താ പറയുന്നതെന്ന്. നമ്മൾ വായിലേക്ക് ഇങ്ങനെ നോക്കിയിരുന്നു. ചിലര് പറയുന്നത് നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ നമ്മൾ ഞാൻ പഠിപ്പിക്കുന്ന പല ക്ലാസ്സുകളിലെയും കുട്ടികളെ, ചില ചെക്കന്മാരെ, ആൺകുട്ടികളുടെയാണ് കേട്ടോ പ്രശ്നമില്ല. പെൺകുട്ടികൾ പിന്നെ മെല്ലെ സാധാരണത്തിലല്ല പറയുന്നത്. ചെക്കന്മാർക്ക് പിന്നെ ഭയങ്കര ഹറിബറിയാണല്ലോ, എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞങ്ങോട്ട്, അല്ലെ, ഓരോ കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് ഒരാൾ പറയില്ല. അപ്പൊ നമുക്ക് എന്താ ഒരു പറഞ്ഞതെന്ന് പോലും മനസ്സിലാവില്ല. അപ്പൊ അങ്ങനെയുണ്ട്, അല്ലെ. ശരിയായി ഉച്ചരിക്കണമെങ്കിൽ ശ്വസനത്തിന്റെ ശരിയായ ബഹിർഗമന രീതിയും നിയന്ത്രിക്കേണ്ട വിധവും അറിഞ്ഞിരിക്കണം. അത് ചില ലെറ്റേഴ്സ് നമ്മളെ ബ്രീത്തിങ്ങില് അങ്ങ് മുങ്ങിപ്പോവും. സംസാരിക്കുമ്പോ ചില ലെറ്റേഴ്സ് ബ്രീത്തിങ്ങിൽ അത് ആ സൗണ്ട്സ് പുറത്തേക്ക് വരൂല. അതാണ് ഓട്ടോമാറ്റിക്കലി നമുക്ക് ചിലർക്കുണ്ട് സ്പീഡ് കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവാത്ത രീതിയിൽ നിർത്തേണ്ടോടത്ത് നൃത്തം കൂടി ചെയ്യൂല. അങ്ങനെ അവിടെ പറഞ്ഞു. ചില കുട്ടികൾ പഠിക്കുന്നുണ്ടല്ലേ നിങ്ങളുടെ, നിർത്തേണ്ടോടത്ത് ഫുൾ സ്റ്റോപ്പ് എന്ന് അവർക്ക് ഒരു പ്രശ്നമല്ല. എന്തിന് വെറുതെ ഒരു കുത്തിട്ടച്ചാണ് അവർക്ക് ഫുൾ സ്റ്റോപ്പ്. അല്ലെ, ഫുൾ സ്റ്റോപ്പ് ഒന്നും അവർക്ക് ഒരു പ്രശ്നമല്ല. ഓരങ്ങോട്ട് വായിച്ചങ്ങോട്ട് തുടങ്ങിയാൽ പിന്നെ നോൺ സ്റ്റോപ്പാണ്. അല്ലെ, ഓർക്ക് തോന്നുന്നിടത്ത് ഒരു നിർത്തുള്ളൂ. അപ്പൊ എന്താണ്, ആ ശ്വാസോച്ഛ്വാസം കറക്റ്റിൽ ഓർക്ക് അങ്ങോട്ട് വായിച്ച സ്പീഡിൽ അങ്ങോട്ട് പോവുക ചെയ്യാം. അപ്പൊ നിയന്ത്രിക്കേണ്ട വിധവും കുട്ടിക്ക് അറിഞ്ഞിരിക്കണം. ശ്വസനാഭ്യാസത്തിലൂടെ ഇത് സാധിക്കും. അപ്പൊ ശ്വസനാഭ്യാസമാണ്, ശ്വസിക്കാനുള്ള ഒരു അഭ്യാസമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കുട്ടിക്ക് കൊടുക്കേണ്ടത്. ഇനി കഠിന പദങ്ങൾ ബോർഡിൽ എഴുതുകയും കുട്ടികളെ ഉച്ചരിപ്പിച്ച് കേൾപ്പിക്കുകയും ചെയ്ത ശേഷം അവരെ കൊണ്ട് ഉച്ചരിപ്പിക്കുന്നത് ഭാഷണ വൈകല്യം പരിഹരിക്കാൻ സ്വീകരിക്കാവുന്ന ഒരു മാർഗമാണ്. ടഫായിട്ടുള്ള പദങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ബോർഡിൽ എഴുതി കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, കുട്ടികളെ എന്ത് ചെയ്യുക, അത് ഉച്ചരിപ്പിച്ച് കേൾപ്പിക്കുക. നമ്മളത് പറഞ്ഞ് കുട്ടികളെ കേൾപ്പിക്കുക. അതിനുശേഷം അവരെ കൊണ്ട് എന്ത് ചെയ്യുക, അത് ഉച്ചരിപ്പിക്കുക. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ കഠിനമായ പദം നമ്മൾ ബോർഡിൽ എഴുതി കൊടുത്തിട്ട് ഇത് ഇന്ന അക്ഷരമാണ്, ഇത് ഇന്ന വാക്കാണ്, പറഞ്ഞോളി എന്ന് പറയുക. നമ്മൾ എന്ത് ചെയ്യണം, കഠിന പദങ്ങൾ, ടഫായിട്ടുള്ള വേർഡ്സ് ബോർഡിൽ എഴുതണം. എന്നിട്ട് നമ്മൾ അത് ഒരുപാട് തവണ പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്തത് കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കണം. ഇതും ഭാഷണ വൈകല്യം പരിഹരിക്കാനുള്ള ഒരു മാർഗമാണ്. ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ ആ ഒരു ഭാഗം എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇപ്പൊ നമ്മൾ പഠിച്ചത് ഭാഷണ ന്യൂനതയ്ക്കുള്ള കാരണങ്ങളാണ്. ശാരീരിക കാരണങ്ങളുടെ നമ്മൾ 4 പോയിന്റ്സ് പഠിച്ചു. ശ്രവണശക്തി കുറഞ്ഞിരിക്കുക, മുറിച്ചുണ്ട്, ഘനജിഹ്വ, വിക്ക്. പിന്നെ സാഹചര്യപരമായ കാരണങ്ങളും അതിൽ പഠിച്ചു. ഇനി നമ്മൾ ലാസ്റ്റ് പഠിച്ചത് എന്താ, ഇതിനുള്ള പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാന്നുള്ളതാണ് നമ്മളിപ്പോ പഠിച്ച 5 പോയിന്റ്. മിസ്സേ, ഈ ഇംഗ്ലീഷിൽ എഴുതുമ്പോ എങ്ങനെയാ നാവ് തടിപ്പ് എന്നല്ല എങ്ങനെ എഴുതാ? നമ്മള് എക്സാം ഇംഗ്ലീഷിൽ എഴുതുന്നത് ഞാന്. അപ്പൊ ഈ നാവ് തടിപ്പ്, ഘനം, നാവിന് ഘനം എന്നല്ല എങ്ങനെ എഴുതാ? എങ്ങനെ എഴുതാന്നോ? ഇംഗ്ലീഷിൽ എന്താ പറയാ മിസ്സേ അതിന്? നാവിന് ഘനം അങ്ങനെ നമ്മുടെ നാവ്. അതാ ഞാൻ പറഞ്ഞ നിങ്ങളോട്. നിങ്ങൾക്ക് ഇതിപ്പോ ഞാനിപ്പോ പറഞ്ഞ സംഭവം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്താണ് ഭാഷണ ന്യൂനതയ്ക്ക് കാരണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. മലയാളത്തിലാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാം, പക്ഷെ ഇംഗ്ലീഷിൽ പറ്റുമോ? മിക്സ്ഡ് ആക്കിട്ട് എഴുതാൻ പറ്റുമോ മിസ്സേ? മിക്സ് ആക്കിയിട്ട് എഴുതാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഞാന് ഒരു പരീക്ഷ പേപ്പറിൽ ഞാൻ കണ്ടിട്ടുണ്ടത്. എന്താ വെച്ചാൽ ചില കുട്ടികൾ കുറച്ച് മലയാളത്തിലും കുറച്ച് ഇംഗ്ലീഷിലും എഴുതിയത്. എന്ന് വെച്ചാൽ ഒരു ആൻസർ തന്നെ രണ്ടും കൂടി പറ്റൂല. ഒരു ആൻസറിൽ 2 ലാംഗ്വേജ് നമുക്ക് യൂസ് ചെയ്യാം, അല്ലെ? ഇത് വളരെ എന്താ പറയാ, ഇപ്പൊ ചില വേർഡ്സ് ഒക്കെ നമ്മൾ ഉപയോഗിക്കൂലേ? എന്താ ഏത് വേർഡ്സ് അപ്പൊ ഞാൻ പറയാ, ഇംഗ്ലീഷിൽ നമ്മൾ ചില വേർഡ്സ് നമുക്ക് ഇംഗ്ലീഷിൽ ഏത് കിട്ടുള്ളൂ, അങ്ങനെയുള്ള ചില വേർഡ്സ് ഇല്ലേ? ചില വേർഡ്സ് നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ എന്ന് പറഞ്ഞേ.
പെട്ടെന്ന് എനിക്ക് വായിൽ വരുന്നില്ല. ബുക്ക് മിസ്സേ, ബുക്ക് അല്ലെ, പെന്ന്, ബുക്ക്, പിന്നെ അതേപോലെ തന്നെ എന്താ, സ്കൂൾ, സ്കൂള്, അല്ലെ, ബാഗ്, അങ്ങനെയുള്ള സംഭവങ്ങൾ, അങ്ങനെയുള്ള പെൻസിൽ, കൂടുതൽ അതൊക്കെ വേർഡ്സ് ഇംഗ്ലീഷ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മലയാളം അതുപോലത്തെ വേർഡ്സ് ഉപയോഗിക്കുന്നത് വളരെ കുറവാണ്. വിദ്യാലയം എന്നല്ലേ, ആരാ വിദ്യാലയം എന്നെല്ലാം പറയുന്നു? ഇപ്പൊ നമ്മൾ പറയുക സ്കൂൾ എന്നല്ല പറയാ, വിദ്യാലയം എന്ന് ആരെങ്കിലും പറയോ? മലയാളം, പച്ച മലയാളം പറയുന്നവർ മാത്രം വിദ്യാലയം എന്ന് പറഞ്ഞാൽ, ഞാൻ സ്കൂളിലേക്ക് പോവുകയാണെന്ന് ഇംഗ്ലീഷിൽ മലയാളത്തിൽ പോലും എഴുതുക, സ്കൂളിലേക്ക് പോവുകയാണ്, സ്കൂൾ ഇംഗ്ലീഷ് വേർഡാണ്, വിദ്യാലയം എന്നുള്ളതാ മലയാളം വേർഡ്, അല്ലെ. ബുക്ക് ഇംഗ്ലീഷ് വേർഡാണ്, പുസ്തകം എന്നുള്ളതാണ് മലയാളം വേർഡ്. അവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? ബുക്ക്, എനിക്കൊരു ബുക്ക് വേണം, അങ്ങനെ തന്നെ എഴുതുക. അപ്പൊ മംഗ്ലീഷ് ആക്കിയിട്ട് നമ്മൾ എഴുതുക. ബുക്ക് എന്നുള്ളത് മംഗ്ലീഷിൽ എഴുതും. ബുക്ക് എങ്ങനെയാ മംഗ്ലീഷിൽ എഴുതുക? മലയാളവും അല്ല ഇംഗ്ലീഷും അല്ല, അതാണ് മംഗ്ലീഷ്, അല്ലെ. ബുക്ക് എന്നുള്ളത് ഇംഗ്ലീഷിൽ എഴുതുക BOOK ആണ് ബുക്ക്. അത് മലയാളത്തിൽ ബുക്ക് എന്ന് എഴുതുമ്പോ എന്താ? ബ, ഊന്റെ ചിഹ്നം, ക, ചന്ദ്രകല, ഇതാണ് ബുക്ക്. അത് മലയാളം വേർഡാണോ? അല്ല. എന്നാ ഇംഗ്ലീഷിലാണോ എഴുതിയത്? അതുമല്ല. അപ്പൊ അതാണ് മംഗ്ലീഷ് എന്ന് പറയുന്നത്, അല്ലെ. നമ്മള് വാട്സപ്പിൽ ടൈപ്പ് ചെയ്യുന്ന മംഗ്ലീഷ് അല്ല കേട്ടോ, ഇത് വേറെയാണ്. വാട്സപ്പിൽ നമുക്ക് ഉണ്ടല്ലോ പ്ലീസിന് PLS, പ്ലീസ്, അല്ലെ. അതേപോലെ തന്നെ അങ്ങനെയുള്ള ചില ഷോർട്ട് ഫോംസ് ഉണ്ടല്ലോ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ആ മംഗ്ലീഷ് അല്ല ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത്, ഇത്. അപ്പൊ അങ്ങനെ എഴുതാം, മിക്സ് ആക്കി എഴുതാൻ പറ്റൂല. ആൻസേഴ്സ് ഒരു ആൻസർ ഇംഗ്ലീഷിലാണെങ്കിൽ അങ്ങനെ എഴുതാം. പക്ഷെ എനിക്ക് തോന്നുന്ന നിങ്ങളിപ്പോ ഈ ഒരു മാസത്തേക്കൊക്കെ നിങ്ങൾ പെട്ടെന്ന് പഠിച്ചുണ്ടാക്കി എഴുതുന്ന ആൾക്കാരായതുകൊണ്ട് എനിക്ക് തോന്നുന്നു മലയാളത്തിലായിരിക്കും നല്ലത് എന്നിട്ട്. ഞാൻ നിങ്ങളെ ഡിമോട്ടിവേറ്റ് ചെയ്യല്ല, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയ ലാംഗ്വേജ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഭാഷയിൽ പെട്ടെന്ന് എഴുതി പോകാനായിട്ട് മലയാളം നന്നായിട്ട് സഹകരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നുവെച്ചാൽ ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പം ഓട്ടോമാറ്റിക്കലി അത് മനസ്സിലായി എന്താന്നുള്ളത്. അപ്പൊ ഇനിയിപ്പോ ഞാൻ നിങ്ങളോട് ചോദിക്കണം, ഭാഷാ ന്യൂനതയ്ക്കുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ അത് എഴുതാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങളുടേതായ രീതിയിൽ അത് എഴുതാൻ പറ്റും. പക്ഷെ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇതേപോലെ ചില വേർഡ്സ് ഒക്കെ നിങ്ങൾക്ക് ഡൗട്ട് വരും. അപ്പൊ നിങ്ങളുടെ ടൈം അവിടെ പോകും. അങ്ങനെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ചിന്തിക്കാം. ഓക്കെ, എന്ത് ചെയ്യണം? മലയാളത്തിലാണെങ്കിൽ ഇതില് മിസ്സേ കടിച്ചാ പൊട്ടാത്ത വേർഡ്സും. കടിച്ചാ പൊട്ടാത്ത വേർഡ്സ് എവിടെ ഇടൂ? അല്ല മിസ്, റമീസ മിസ്സിന് കുറച്ചുകൂടി കംഫർട്ട് ഇംഗ്ലീഷ് ആണ്. മിസ് CBSE ആയിരുന്നു, അതുകൊണ്ട് മുമ്പേ പറഞ്ഞതാണ് എല്ലാ വിഷയവും ഇംഗ്ലീഷ് ആണ് കംഫർട്ട്. ആണല്ലേ. ഇയാൾ ഇംഗ്ലീഷ് പിന്നെ TTC പഠിച്ചതാണോ? TTC അല്ല മിസ്സേ, ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ആക്കിയതാ. CBSE പഠിച്ചതാണ്. CBSE ആ മിസ്സേ, ഞാൻ 10th വരെ CBSE ആ പഠിച്ചത്. അത് ശരി, CBSE ആണ് പഠിച്ചത് അല്ലേ? ശരി, ഞാൻ TTC എന്നാ കേട്ടത്. TTC കംപ്ലീറ്റ് ആക്കിയതുകൊണ്ടാണ്. അത് ശരി. അപ്പൊ ഇംഗ്ലീഷാണ് എളുപ്പം. ഇംഗ്ലീഷിൽ എഴുതാനാണ് എളുപ്പം. ഓക്കെ, യു ക്യാൻ ചൂസ് യുവർ ലാംഗ്വേജ്. ഓക്കെ, നിങ്ങൾ ചൂസ് ചെയ്തോ നിങ്ങളുടെ ലാംഗ്വേജ്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം. വായനാ പരിശീലനം. എന്താ വായനാ പരിശീലനം? വായന, റീഡിങ് പ്രാക്ടീസ് ആണ്, അല്ലെ. അതാണ് നമ്മൾ ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത്. നോക്കാം. വായന എന്നുള്ളത് ക്ലേശനിർഭരമായ ഒരു പ്രവർത്തനമാണ്. വായന എന്നുള്ളത് ഒരു ക്ലേശനിർഭരം, അല്ലെ. എന്താ പറയാ, ബുദ്ധിമുട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. അതാണ് ക്ലേശനിർഭരം എന്ന വേർഡ് മീനിങ്. ബുദ്ധിമുട്ടുള്ള ഒരു പ്രവർത്തനമാണ്. ഒരു വീക്ഷണ കേന്ദ്രത്തിൽ നിന്ന്, അത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൊട്ടേഷൻ ആണ് കൊടുക്കുന്നുണ്ട്, ഒരു സെന്റൻസ് കാര്യം എങ്ങനെയാണ് വായിക്കുക എന്നുള്ളത്. ഒരു വീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് അടുത്ത വിന്യാസ കേന്ദ്രത്തിലേക്കുള്ള ദൂരത്തെ അഥവാ പിന്നിടുന്ന പദങ്ങളുടെ ദൂരത്തെ ദൃഷ്ടിവിന്യാസ ഘടകം എന്ന് പറയുന്നു. എന്താണ് ദൃഷ്ടിവിന്യാസ ഘടകം? എന്താണ് ഈ ദൃഷ്ടിവിന്യാസ ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒരു വീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് അടുത്ത വിന്യാസ കേന്ദ്രത്തിലേക്കുള്ള ദൂരത്തെ അഥവാ പിന്നിടുന്ന പദങ്ങളുടെ ദൂരത്തെ. അപ്പൊ ഞാനിവിടെ വായിക്കുകയാണ്. ഞാനിപ്പോ നിങ്ങളെ മുന്നിൽ വായിക്കുന്നു. വായന എന്നുള്ളത് ക്ലേശനിർഭരമായ ഒരു പ്രവർത്തനമാണ്. ഒരു വീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് എന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വായിക്കുകയാണ്. ഒരു സെന്റൻസ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വായിച്ചു. അപ്പൊ അത് വായിച്ചപ്പോ എൻ്റെ കണ്ണിന്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത്, എൻ്റെ കണ്ണ് ആദ്യം എത്തിയത് എവിടെയാ? വായിലേക്കാണ്. വായന, അത് ഞാൻ വായിച്ചു കഴിഞ്ഞു.
അത് കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു സ്പേസ് ഉണ്ട് അല്ലെ? ആ സ്പേസ് കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ എന്തുള്ളത് എന്നുള്ളത്. വായന എന്നുള്ളത് ക്ലേശനിർഭരമായ ഒരു പ്രവർത്തനമാണ്. അവിടെ കണ്ടോ സ്പേസ് കൊടുത്തത് കണ്ടോ? അപ്പോ എന്താ അവിടെ പറയുന്നത്? ഒരു വീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് എന്റെ കണ്ണ് ആദ്യം പോയത് വായനയിലേക്കാണ് അല്ലെ? ആ വീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് എന്റെ വീക്ഷണ കേന്ദ്രം, എന്റെ കണ്ണ് പിന്നെ എങ്ങോട്ടാണ് ചലിക്കുന്നത്, എങ്ങോട്ടാ പോകുന്നത് എന്നുള്ളതിലാണ് പോകുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ക്ലേശനിർഭരമായ എന്നതിലേക്കാണ് പിന്നെ എന്റെ കണ്ണ് പോയത്, എന്റെ ദൃഷ്ടികൾ പോയത് അല്ലെ? അപ്പൊ ഒരു വീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് അടുത്ത വിന്യാസ കേന്ദ്രത്തിലേക്കുള്ള ദൂരത്തെ, അപ്പൊ എന്റെ കണ്ണ് ആദ്യം പോയത് വായന എന്നുള്ളതിലേക്കും പിന്നീട് പോയത് എന്നുള്ളതിലേക്കുമാണ്. അപ്പൊ ഈ രണ്ടിന്റെയും ഇടയിലുള്ള ദൂരത്തെയാണ് എന്ത് വിളിക്കുന്നത്? പിന്നിടുന്ന പദങ്ങൾ തമ്മിലുള്ള ദൂരത്തെയാണ് എന്ത് വിളിക്കുന്നത്? ദൃഷ്ടി വിന്യാസ ഘടകം. മനസ്സിലായോ സംഭവം? സംഭവം പിടികിട്ടിയിട്ടുണ്ടോ? എന്താണ് ദൃഷ്ടി വിന്യാസ ഘടകം? ക്ലിയർ ആണോ? വായന, ഞാനിപ്പോ ഒരു സെന്റൻസ് വായിക്കാം ആദ്യം. വായന എന്നുള്ളത് ക്ലേശനിർഭരമായ ഒരു പ്രവർത്തനമാണ്. ഞാൻ ഒരു സെന്റൻസ് ഇപ്പോൾ വായിച്ചു. ആ സെന്റൻസ് ഞാൻ വായിച്ചപ്പോ എന്റെ ഐ എങ്ങോട്ടാ പോയത്, കണ്ണ് എങ്ങോട്ടാ പോയത്, കണ്ണിന്റെ വീക്ഷണ കേന്ദ്രം എങ്ങോട്ടാ പോയത്? വായന എന്നുള്ളതിലേക്കാണ് പോയത്. വായന. അത് കഴിഞ്ഞിട്ട് എന്റെ കണ്ണുകൾ എങ്ങോട്ട് പോയി? എന്റെ കണ്ണുകളുടെ ആ ഒരു വീക്ഷണ കേന്ദ്രം എങ്ങോട്ടാ ചലിച്ചത്? എന്നുള്ളത്. അപ്പൊ ഈ വായനയുടെയും എന്നുള്ളതിലേക്കും ഇങ്ങനെ പോയിട്ട് പിന്നെ അടുത്തത് ക്ലേശനിർഭരമായ, പിന്നീട് അങ്ങോട്ട് പ്രവർത്തനം, അങ്ങനെ ഓരോ വേർഡിലേക്ക് എന്റെ ദൃഷ്ടി പോയി അല്ലെ? അപ്പൊ ഇവിടെ വായന എന്നുള്ളത് എന്നൊക്കെ പറയുന്ന സമയത്ത് അതിന്റെ ഇടയ്ക്ക് ഒരു ദൂരം ഉണ്ടല്ലോ അല്ലെ? ഒരു വീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് അടുത്ത വിന്യാസ കേന്ദ്രത്തേക്കുള്ള ദൂരത്തെ അഥവാ പിന്നിടുന്ന പദങ്ങൾ തമ്മിലുള്ള ദൂരം. മനസ്സിലാവുന്നുണ്ടോ? പിന്നിടുന്ന പദങ്ങൾ തമ്മിലുള്ള ദൂരത്തെയാണ് എന്ത് വിളിക്കുന്നത്? ദൃഷ്ടി വിന്യാസ ഘടകം എന്ന് വിളിക്കുന്നത്. ആ രണ്ട് പദങ്ങൾ തമ്മിലുള്ള ദൂരത്തിനെ വിളിക്കുന്ന പേരാണ്, ഒറ്റ വാക്ക് പറഞ്ഞാൽ എന്ത്? ദൃഷ്ടി വിന്യാസ ഘടകം. ഓക്കെ ആണോ? മിസ് ഒന്നും കൂടി പറയാമോ? പറയാം. നോക്കാം. അടങ്ങിക്കും. ഒരു സെന്റൻസ് നമ്മൾ വായിക്കുമ്പോൾ രണ്ട് സെന്റൻസുകൾ തമ്മിലുള്ള ദൂരം, ഓക്കെ, രണ്ട് വാക്കുകൾ, രണ്ട് പദങ്ങൾ തമ്മിലുള്ള ദൂരം. അപ്പൊ വായന എന്നുള്ളത് രണ്ട് പദങ്ങളാണ്. ആ രണ്ട് പദങ്ങൾ തമ്മിലുള്ള ദൂരം കണ്ടോ നിങ്ങൾ? അതിനെയാണ് എന്ത് പറയുന്നത്? ദൃഷ്ടി വിന്യാസ ഘടകം. ക്ലിയർ ആണോ? ക്ലിയർ ആയി മിസ്. എന്താ മിസ് പറയാ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു വേർഡ്സ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു വേർഡ്സ്, രണ്ട് പദങ്ങൾക്കിടയിലുള്ള ദൂരം. നമ്മുടെ കണ്ണ് വ്യതിചലിക്കുന്ന സമയത്ത്, സഞ്ചരിക്കുന്ന സമയത്ത് കണ്ണിന്റെ വീക്ഷണ കേന്ദ്രം ഇങ്ങനെ മാറുന്ന പദത്തിലേക്ക് ആദ്യം പോകും, പിന്നെ അടുത്ത പദത്തിലേക്കാ പിന്നെ പോവുക. അപ്പൊ ആ രണ്ട് പദങ്ങൾ തമ്മിലുള്ള ഒരു സ്പേസ് ഉണ്ടല്ലോ, ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ദൃഷ്ടിവിന്യാസ ഘടകം. ഓക്കെ. പലപ്പോഴും കുട്ടികൾ വായിക്കുമ്പോൾ പിന്നിലുള്ളത് ഒരു പ്രാവശ്യം കൂടി നോക്കാറുണ്ട്. കുട്ടികൾ വായിക്കുന്ന കണ്ടിട്ടുണ്ട് ചില കുട്ടികൾ ഇങ്ങനെ നോക്കും. വായന, ഒന്നുകൂടി വായിക്കും. വായന എന്നുള്ളത് ക്ലേശനിർഭരമായ ഒരു പ്രവർത്തനമാണ്. വായിച്ച തന്നെ പിന്നെയും വായിക്കും. കുട്ടികൾ വായിക്കുമ്പോൾ പിന്നിലുള്ളത് ഒരു പ്രാവശ്യം കൂടി ഒന്ന് നോക്കുകയോ വായിക്കുകയോ ചെയ്യും. ശരിയല്ലേ? കേൾക്കണ്ടില്ല അങ്ങനെ കുട്ടികൾ ചെയ്യുന്നത്? അവർക്കൊരു ഡൗട്ടാണ്, അത് ക്ലിയർ അല്ലേ, അവർ പറഞ്ഞത് ക്ലിയർ അല്ലേ എന്നുള്ളത്. ചെറിയ കുട്ടികളല്ല, അങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതെന്ത് ചെയ്യും? ഒരു പ്രാവശ്യം കൂടി നോക്കാറുണ്ട്. അതിന് ശേഷമായിരിക്കും വായിക്കുക. ഒന്നും കൂടി ഒന്ന് നോക്കിയതിന് ശേഷമാണ് പിന്നെ എന്ത് ചെയ്യുക? അവർ ഒന്നുകൂടി ഉറപ്പിച്ചത് വായിക്കുക അല്ലെ? പിന്നിട്ട ഭാഗത്തെ അക്ഷരങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കാതെ വരുന്നത് കൊണ്ടാണ് അവർ പിന്നിലേക്ക് നോക്കുന്നത് അല്ലെ?
പിന്നിട്ട ഭാഗത്തെ നമ്മൾ വായിച്ച് ശരി ഒന്ന് ആദ്യത്തെ തവണ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞ ആ ഭാഗത്തെ വാക്കുകൾ അക്ഷരങ്ങള് വ്യക്തമായിട്ട് കുട്ടിക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ വരുന്നത് കൊണ്ടാണ് കുട്ടിക്ക് എന്ത് പ്രശ്നം വന്നത്. കുട്ടി എന്ത് ചെയ്യുന്നത്, എങ്ങോട്ട് നോക്കുന്നത്, പിന്നിലേക്ക് നോക്കുന്നത്, കഴിഞ്ഞു പോയ പദത്തിലേക്ക് കുട്ടി നോക്കുന്നത് അല്ലെ. അത് ശരിക്കും വായിക്കാൻ കഴിയാത്തോണ്ടാണ് അല്ലെ, അവിടെ എന്തോ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ്, വ്യക്തമായിട്ട് കുട്ടിക്ക് അത് മനസ്സിലാവാത്തോണ്ടാണ് കുട്ടിക്ക് എന്ത് ചെയ്യുന്നത്, അത് വായിക്കാൻ കഴിയുന്നില്ല. അപ്പൊ കുട്ടി എന്ത് ചെയ്യുന്നു, പിന്നിലേക്ക് നോക്കും. ഇപ്രകാരം പിന്നോട്ട് ദൃഷ്ടികൾ കൊണ്ടുപോകുന്നതിന് എന്താ പറയാ, പശ്ചാത്ഗമനം എന്നാണ് പറയാ. പശ്ചാത്ഗമനം മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ പിന്നിലേക്ക് ഒരു പദം കുട്ടി വായിച്ചിട്ട് കുട്ടിക്ക് എന്ത് ചെയ്യുന്നില്ല, അത് ശരിക്കും മനസ്സിലായില്ല, കുട്ടിക്ക് അത് ശരിക്കും പറയാൻ പറ്റിയില്ല, കുട്ടിക്ക് അത് മനസ്സിലായില്ല. അപ്പൊ കുട്ടി പിന്നെയും എന്ത് ചെയ്യും, പിന്നിലേക്ക് തന്നെ പോവും, ആ വാക്കിലേക്ക് തന്നെ പോവും. അപ്പൊ കുട്ടി ഒന്നും കൂടി പിന്നെയും പറയും. അപ്പൊ എന്ത് ചെയ്യാണ്, ഇപ്രകാരം പിന്നോട്ട് ദൃഷ്ടികൾ പിന്നെയും ചലിപ്പിക്കുക. കണ്ണുകളുടെ വീക്ഷണ കേന്ദ്രം ദൃഷ്ടികൾ എന്ത് ചെയ്യുക, കണ്ണുകൾ എന്ത് ചെയ്യുക, പിന്നോട്ട് പിന്നെയും കഴിഞ്ഞു പോയ പദത്തിലേക്ക് തന്നെ പിന്നെയും ചലിപ്പിക്കുന്നതിനെ, കൊണ്ടുപോകുന്നതിനെ പറയുന്ന പേരാണ് എന്ത്, പശ്ചാത്ഗമനം. ക്ലിയർ? രണ്ടെണ്ണമാണ് ഇവിടെ പഠിച്ചത്, ദൃഷ്ടിവിന്യാസ ഘടകവും പശ്ചാത്ഗമനം. ദൃഷ്ടിവിന്യാസ ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പദങ്ങൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഓക്കെ. പശ്ചാത്ഗമനം എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, കുട്ടിക്ക് ശരിക്കും വായിക്കാൻ പറ്റാത്തതുകൊണ്ട്, മനസ്സിലാവാത്തതുകൊണ്ട് കുട്ടി എന്ത് ചെയ്യാണ്, കഴിഞ്ഞു പോയ പദത്തിലേക്ക് തന്നെ പിന്നെയും എന്ത് ചെയ്യുക, നോക്കുക, ദൃഷ്ടികൾ കൊണ്ടുപോവുക. അതിന് പറയുന്ന പേരാണ് എന്ത്, പശ്ചാത്ഗമനം. ക്ലിയർ? അതിനാൽ പശ്ചാത്ഗമനം തീരെ ഇല്ലാതാവുകയും ദൃഷ്ടിവിന്യാസ ദൈർഘ്യം വർദ്ധിപ്പിക്കുകയും ചെയ്താൽ ഇത് പരിഹരിക്കാവുന്നതാണ്. അപ്പൊ നന്നായിട്ട് വായിക്കണമെങ്കിൽ എന്ത് വേണം, പശ്ചാത്ഗമനം തീരെ ഉണ്ടാവാൻ പാടില്ല, പിന്നെയും പിന്നെ ബാക്കിലേക്ക് നോക്കാൻ പാടില്ല. പിന്നെ ദൃഷ്ടിവിന്യാസ ദൈർഘ്യം വർദ്ധിപ്പിക്കണം. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ദൃഷ്ടിവിന്യാസ ഘടകം എന്ന് പറഞ്ഞാൽ രണ്ട് പദങ്ങൾക്കിടയിലുള്ള സ്പേസ് ഡിസ്റ്റൻസ് അല്ലേ, ആ ഡിസ്റ്റൻസ് എന്ത് ചെയ്യാൻ പാടില്ല, ഉണ്ടാവാൻ പാടില്ല, അത് കുറഞ്ഞു വരണം. ഇവിടെ ഡൗട്ട് ഉണ്ടാവാൻ പാടില്ല. ഞാനിപ്പോ വായന എന്നുള്ളത് ക്ലേശനിർഭരമായ ഒരു പ്രവർത്തനമാണ്, എനിക്ക് ഒരു ഡൗട്ടും ഇല്ല, ഞാൻ വായിച്ച്. പക്ഷെ കുട്ടിയാണെങ്കിലോ, വായന എന്നുള്ളത് അവിടെ ഡിസ്റ്റൻസ് വരികയാണ് അല്ലെ, കുട്ടിക്ക് അവിടെ ഡൗട്ട് വന്നുകൊണ്ടാണ് കുട്ടിക്ക് അവിടെ ഡിസ്റ്റൻസ് കൂടുതൽ വരുന്നത്. അപ്പൊ എന്താണ്, പശ്ചാത്ഗമനം ഉണ്ടാവാനും പാടില്ല, ദൃഷ്ടിവിന്യാസ ദൈർഘ്യം എന്ത് ചെയ്യണം, വർദ്ധിക്കുകയും വേണം. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവിടെ എന്ത് പരിഹരിക്കാം, ഈ വായന, ആ റീഡിങ് എന്ത് ചെയ്യാം നമുക്ക്, അല്ലെങ്കിൽ വായന എന്ത് ചെയ്യാം, വായനയിലുള്ള പ്രശ്നങ്ങൾ എന്ത് ചെയ്യാം, പരിഹരിക്കാം. ക്ലിയർ? എന്താണ് പശ്ചാത്ഗമനം, എന്താണ് ദൃഷ്ടിവിന്യാസ ഘടകം? ക്ലിയർ ആണോ? ഓക്കെ, ഒന്ന് മനസ്സിലൊന്ന് പറഞ്ഞു നോക്കിക്കേ, ഞാൻ പറഞ്ഞത് കിട്ടുന്നുണ്ടോ എന്ന്. പശ്ചാത്ഗമനം എന്താ, മനസ്സിലായത് മനസ്സ് പറഞ്ഞു നോക്കുക, എന്താണെന്ന് അർത്ഥം മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ കിട്ടും. നിങ്ങളുടെ ഏതായ ഭാഷയില്ല, പശ്ചാത്ഗമനം എന്താ, ദൃഷ്ടിവിന്യാസ ഘടകം എന്താ, രണ്ടിനെ കണക്ട് ചെയ്ത് പറഞ്ഞാൽ കിട്ടും. മിസ്സേ, ഈ ദൃഷ്ടിവിന്യാസ ഘടകം എങ്ങനെയാ മിസ്, ഒന്ന് അതിന് എക്സ്പ്ലനേഷൻ തരാം മിസ്സേ മലയാളത്തില്? ദൃഷ്ടിവിന്യാസ ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് അടുത്ത ഒരു എന്താ പറയാ, അല്ലെങ്കിൽ നമ്മുടെ കണ്ണുകൾ ചലിപ്പിക്കുക, ഒരു എന്താ പറയാ അക്ഷരത്തിൽ നിന്ന് എന്ത് ചെയ്യാ, മറ്റൊരു പദത്തിൽ, അല്ലെങ്കിൽ ഒരു പദത്തിൽ നിന്ന് മറ്റൊരു പദത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ ചലിക്കുമ്പോഴുണ്ടാകുന്ന പദങ്ങൾ തമ്മിലുള്ള ദൂരത്തെ, ഒരു പദത്തിൽ നിന്ന് മറ്റൊരു പദത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ അല്ലെങ്കിൽ ദൃഷ്ടി പോകുന്ന സമയത്ത് ആ പദങ്ങളുടെ ദൂരത്തെയാണ് എന്ത് വിളിക്കുന്നത്, ദൃഷ്ടിവിന്യാസ ഘടകം. ഓക്കെ, ആ പദങ്ങളുടെ ദൂരത്തെ, ഒരു പദത്തിൽ നിന്ന് മറ്റൊരു പദത്തിലേക്ക് നമ്മുടെ ദൃഷ്ടികൾ ചലിക്കുമ്പോൾ
ആ പദങ്ങൾക്കിടയിലുള്ള ദൂരം അല്ലെങ്കിൽ പദങ്ങൾക്കിടയിലുള്ള ഡിസ്റ്റൻസ്, അതാണ് ദൃഷ്ടവിന്യാസ ഘടകം. ഓക്കെ, സംഭവം പിടി കിട്ടീനാ? അല്ലെങ്കിൽ രണ്ടെണ്ണം പറഞ്ഞപ്പോഴേക്ക് മിസ്സേ പിടികിട്ടീന്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഇനി നമ്മൾ വായനാ പരിശീലനമാണ് നമ്മൾ പഠിച്ചത്, റീഡിങ് പ്രാക്ടീസാണ് പഠിച്ചത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വായനയുടെ ഉദ്ദേശ്യങ്ങളാണ്. വായനയുടെ ഉദ്ദേശ്യങ്ങൾ. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് റീഡിങ്? അല്ലെ, വായനയുടെ ഉദ്ദേശ്യങ്ങൾ. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് റീഡിങ്? ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് റീഡിങ് അല്ലെങ്കിൽ പർപ്പസ് ഓഫ് റീഡിങ്. എന്തൊക്കെയാണ് വായനയുടെ ഉദ്ദേശ്യങ്ങൾ? 7 പോയിന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അത് ആ പോയിന്റ്സ് മാത്രമേ ഉള്ളൂ, ആ പോയിന്റ്സിനെ വിശദീകരിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പമായി പഠിക്കാം. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് റീഡിങ് എന്ന് പറഞ്ഞിട്ട് 3 മാർക്കിനോ 5 മാർക്കിനോ ചോദിച്ചു കഴിഞ്ഞാൽ 7 പോയിന്റ്സ് അവിടെ എഴുതി വെച്ചാൽ മതി. ഫസ്റ്റ് വൺ വിജ്ഞാന സമ്പാദനം, നെക്സ്റ്റ് ആത്മസംസ്കരണം, നെക്സ്റ്റ് ആസ്വാദനം, നെക്സ്റ്റ് പാരായണശീല രൂപവൽക്കരണം, അടുത്തത് ഭാഷാപരമായ അഭിവൃദ്ധി, ഭാവനാ വികാസം, ലാസ്റ്റ് വൺ നിരൂപണ മനോഭാവം വളർത്തൽ. എന്തൊക്കെയാ പറഞ്ഞേ? വിജ്ഞാന സമ്പാദനം എന്താണ്? വായനയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാ നമ്മൾ ആദ്യം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനാ? അറിവ് നേടാൻ. അതാണ് വിജ്ഞാന സമ്പാദനം. അറിവ് നേടാൻ നമുക്ക് എന്ത് വേണം? വായിക്കണ്ടേ? വായിച്ചാലേ നമുക്ക് അറിവ് നേടാൻ പറ്റൂ, അല്ലേ? കേട്ടാലും അറിവ് നേടാനോ മിസ്സേ? കേൾക്കുന്നതിലൂടെ കേട്ടാലും അറിവ് നേടാം, എന്നാലും വായിച്ചാലല്ലേ അത് പെർഫെക്റ്റ് ആവുള്ളൂ. കേട്ടാൽ അറിവ് നേടാം, അറിവ് നേടിയാൽ മാത്രം പോരെ, അത് നമുക്ക് എന്ത് ചെയ്യണം? അത് പ്രതിഫലിപ്പിക്കാൻ പറ്റിയാലല്ലേ, പ്രാക്ടിക്കലായി ചെയ്താൽ പറയാൻ പറ്റിയാലല്ലേ നമുക്ക് പറ്റുള്ളൂ. നമ്മളത് കേട്ടോണ്ട് മാത്രം കാര്യമില്ല, മിണ്ടാതെ അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ലേ, നമ്മൾ പറയണ്ടേ. നമുക്ക് കിട്ടിയ അറിവ് മറ്റുള്ളവർക്ക് നമ്മൾ പകർന്നു കൊടുക്കൂലേ, അപ്പോഴും അത് വളരെ വലിയ കാര്യമല്ലേ. അപ്പോ വായനയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് വിജ്ഞാന സമ്പാദനാണ്. വിജ്ഞാനം സമ്പാദിക്കുക, അറിവ് നേടുക. അറിവ് സമ്പാദിക്കാനുള്ള ഏറ്റവും വലിയ ഉപാധി എന്ന് പറയുന്നത്, ഏറ്റവും നല്ല ഉപാധി എന്ന് പറയുന്നത് എന്താ? വായനയാണ്, വായിക്കാൻ. അടുത്തത് ആത്മസംസ്കരണം. എന്താ? നല്ല സംസ്കാരം രൂപപ്പെടുത്തിയെടുക്കാൻ വായന വേണം, അല്ലെ? നല്ല സംസ്കാരം രൂപപ്പെടുത്തിയെടുക്കാൻ എന്ത് വേണം? വായന വേണം. പിന്നെ ആസ്വാദനം. ഒരു കാര്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് ആസ്വദിക്കണമെങ്കിൽ എന്ത് വേണം? വായിക്കണം നമ്മൾ, അല്ലെ? കഥയായിക്കോട്ടെ, കവിതയായിക്കോട്ടെ, ലേഖനമായിക്കോട്ടെ, നോവലായിക്കോട്ടെ, ഏതായിക്കോട്ടെ, എന്ത് നമ്മൾ വായിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? അത് ആസ്വദിക്കാൻ പറ്റുക. പിന്നെ പാരായണശീല രൂപവൽക്കരണം. അത് വായിക്കാനുള്ള ഒരു ശീലം. എങ്ങനെ വായിച്ച് തയമ്പാവുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ, അല്ലെ? വായിച്ചങ്ങോട്ട് ഇതായിക്കണം, പച്ചവെള്ളം അയക്കുന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പൊ പാരായണ ശീലം, അങ്ങനെ വായിച്ച് അങ്ങനെ പോകാനുള്ള ഒരു ശീലം രൂപപ്പെടുത്തിയെടുക്കാൻ, അല്ലെ? നന്നായിട്ട് വായിക്കാനുള്ള ഒരു ശീലം രൂപപ്പെടുത്തിയെടുക്കാൻ എന്ത് വേണം? നമുക്ക് വായിക്കണം. വായനയാണ് അവിടെ പ്രധാനം. വായിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ പ്രാക്ടീസ് നേടുന്നത്. പിന്നെ ഭാഷാപരമായ അഭിവൃദ്ധി, അല്ലെ? നമ്മൾ നന്നായിട്ട് വായിക്കുന്ന ആൾക്കാർക്ക്, അല്ലെ? ഇപ്പൊ നമ്മളെ വായന എന്ന് പറയുന്നത്, നമ്മുടെ കുഞ്ഞുണ്ണി മാഷ് നമ്മളോട് പറയേണ്ടത് വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടുണ്ട്. കേട്ടിട്ടുണ്ടോ? കവിതാ ശകലം കേട്ടിട്ടുണ്ടോ? വായിച്ചാലും വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും, അല്ലെ? അപ്പൊ വായനയാണ് അറിവ് നേടാനുള്ള ഏറ്റവും വലിയ ഉപാധി, അല്ലെ? വായിക്കാതെ വളർന്നാൽ നമ്മൾ വളയും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കുഞ്ഞുണ്ണി മാഷ് മാത്രം പറഞ്ഞാലേ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, അല്ലെ? അപ്പൊ ഭാഷാപരമായ അഭിവൃദ്ധി നേടണം എന്നുണ്ടെങ്കിൽ, അല്ലെ, ആ ഒരു ലാംഗ്വേജ് കപ്പാസിറ്റി നമുക്ക് കൂടണം എന്നുണ്ടെങ്കിൽ, അല്ലെ, അവിടെ എന്ത് വേണം? വായന വേണം, റീഡിങ് വേണം. പിന്നെ ഭാവനാ വികാസം, ചിന്തിക്കാനുള്ള ശേഷി കൂടുന്നുണ്ടെങ്കിലോ അവിടെയും എന്ത് വേണം? ആശയങ്ങൾ തിങ്ക് ചെയ്യുക, അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചിന്തിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിൽ അതിന് ഭാഷ വേണ്ടേ, വായിക്കാൻ കഴിവ് വേണ്ടേ, എന്നാലേ നമുക്ക് കൂടുതൽ ചിന്തിക്കാൻ പറ്റൂ, അല്ലെ? പിന്നെ നിരൂപണ മനോഭാവം വളർത്തൽ, ക്രിട്ടിസൈസ് ചെയ്യാനുള്ള മനോഭാവം. ക്രിട്ടിസൈസ് ചെയ്യുക, ഒരു കാര്യത്തെ പോസിറ്റീവായും നെഗറ്റീവായും നമുക്ക് വിലയിരുത്താൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? ക്രിട്ടിസൈസ് ചെയ്യും. ഓക്കെ,
ഭാഷാ പഠനം കൊണ്ട് ഇത്രയും കാര്യങ്ങളിലെങ്കിലും കുട്ടികൾക്ക് വികാസം ഉണ്ടാവണം. അതിന്റെ സാക്ഷാത്കരണത്തിനായി അധ്യാപകർ മനഃപൂർവ്വം ശ്രമിക്കുകയും വേണം. അപ്പൊ ഇതൊക്കെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട്, ഇതൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കുട്ടികളെ എന്ത് ചെയ്യണം? ട്രെയിൻ ചെയ്യിപ്പിക്കണം. നമ്മൾ മനഃപൂർവ്വം എന്ത് ചെയ്യണം? അതിന് വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നാണ് നമ്മളോട് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ മിസ്. അപ്പോ പർപ്പസ് ഓഫ് റീഡിംഗ് ആണ് നമ്മളിപ്പോ പറഞ്ഞത്. 7 പോയിന്റ്സ്. വിജ്ഞാന സമ്പാദനം പറഞ്ഞു, ആത്മസംസ്കരണം പറഞ്ഞു, ആസ്വാദനം പറഞ്ഞു, പാരായണശീല രൂപവൽക്കരണം പറഞ്ഞു, ഭാഷാപരമായ അഭിവൃദ്ധി പറഞ്ഞു, ഭാവനാ വികാസം പറഞ്ഞു, നിരൂപണ മനോഭാവം വളർത്തൽ പറഞ്ഞു. ക്ലിയർ ആണോ? ഓക്കെ മിസ്. അപ്പോ ആ ടോപ്പിക്ക് കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാണ്. ഏതാ? ലേഖന പരിശീലനം. ലേഖനം, എഴുത്ത്, റൈറ്റിംഗ് അല്ലെ? റൈറ്റിംഗ് ആണ് ലേഖനം. അതിൽ പറയുന്നത് എന്താ നോക്കാം. വിജ്ഞാനം ലിഖിത രൂപത്തിലൂടെ രേഖപ്പെടുത്താനും തലമുറകളിലൂടെ പകർന്നു കൊടുക്കാനും കഴിയും. അറിവുകളുടെ കൈമാറ്റത്തിന് എളുപ്പമായ ഒരു വിദ്യയാണിത്. ഭാഷയുടെ ലിഖിത രൂപം കൃത്രിമമാണ്. ശബ്ദരൂപമായ ആശയത്തെ നയനഗോചരമാക്കി മാറ്റുകയാണ് ലേഖനം വഴി ചെയ്യുന്നത്. വിജ്ഞാനം ലിഖിത രൂപത്തിലൂടെ രേഖപ്പെടുത്താനും തലമുറകളിലൂടെ പകർന്നു കൊടുക്കാനും കഴിയും. അറിവ് എന്ന് പറയുന്നത് എഴുത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് രേഖപ്പെടുത്തി വെക്കാനും, അത് സ്റ്റോർ ചെയ്ത് വെക്കാനും, അല്ലെ അത് രൂപപ്പെടുത്തി രേഖപ്പെടുത്തി എഴുതി വെക്കാനും, എന്നിട്ട് എന്ത് ചെയ്യാം? അത് ഓരോ തലമുറയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൈമാറാൻ പറ്റും. പണ്ട് കാലത്ത് അങ്ങനെയല്ല. അച്ചടി വിധി ഒന്നും കണ്ടുപിടിക്കുക, ഗുട്ടൻബർഗ് ഇത് കണ്ടുപിടിക്കുന്നതിന് മുന്നേ നമ്മളൊക്കെ എന്താണ് താളിയോല ഗ്രന്ഥങ്ങളിലും തൂവലിലും മഷി മുക്കിയിട്ട് താളിയോലകളിലും ഒക്കെയാണ് നമ്മൾ എഴുതിയിരുന്നത്, അല്ലെ? അല്ലാതെ ഇന്നത്തെ പോലെ പുസ്തകവും പെന്നും പെൻസിലും ഒന്നും ഉണ്ടായിരുന്നില്ല അന്ന്. അങ്ങനെയൊക്കെയാണ് പണ്ട് കാലത്ത് എഴുതിയിരുന്നത്. അപ്പോ അല്ലെ, അപ്പൊ എന്ത് ചെയ്യണം? അറിവ് നമുക്ക് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? എഴുതി വെക്കണം. അപ്പൊ നാടൻ പാട്ടുകളൊക്കെ എന്ന് പറയുന്നത് പണ്ടത്തെ പറയുന്ന നാടൻ പാട്ടുകളൊക്കെ വായ്ത്താരി പാട്ടുകൾ, വരമൊഴിയുണ്ട്. ഭാഷയ്ക്ക് 2 വേദങ്ങളാണുള്ളത്, വാമൊഴിയും വരമൊഴിയും. വാമൊഴി എന്ന് പറയുന്നത് സംസാര ഭാഷയും വരമൊഴി എന്ന് പറയുന്നത് എഴുത്തു ഭാഷയും. 2 എണ്ണം ഉണ്ട്. വാമൊഴി, വരമൊഴി. വാമൊഴി സംസാര ഭാഷ, വരമൊഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുത്തു ഭാഷ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ അറിവ് ലിഖിത രൂപത്തിലൂടെ, എഴുത്ത് രൂപത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രേഖപ്പെടുത്താനും അത് തലമുറകളിലേക്ക് പകർന്നു കൊടുക്കാനും എന്തിലൂടെ കഴിയും? ലേഖനത്തിലൂടെ, എഴുത്തിലൂടെ കഴിയും. അറിവുകളുടെ കൈമാറ്റത്തിന് എളുപ്പമായ ഒരു വിദ്യയാണ്. അറിവിന്റെ കൈമാറ്റം, നമ്മുടെ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള എളുപ്പമായിട്ടുള്ളൊരു മാർഗം എന്ന് പറയുന്നത് എഴുത്താണ്. ഭാഷയുടെ ലിഖിത രൂപം എന്താണ്? കൃത്രിമമാണ്. ഭാഷ എന്ന് പറയുന്നത് നമ്മളിപ്പോ പറയുന്നതാണ് ഈ ഭാഷ, അല്ലെ? ഞാനിപ്പോ സംസാരിക്കുന്നതാണ്, നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഭാഷ. അത് എഴുതി വെക്കുക എന്ന് പറയുമ്പോൾ അതെന്താണ്? കൃത്രിമമാണ്. അത് എന്തല്ല? സത്യമല്ല, അത് കൃത്രിമമാണ്. നമ്മൾ എന്ത് ചെയ്യാണ്? മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? അത് കൃത്രിമമായിട്ട് ചെയ്യാണ്. ശബ്ദരൂപമായ ആശയം എന്ന് പറയുന്നത് ശബ്ദരൂപമാണ്, അല്ലെ? ഈ ശബ്ദരൂപമായ ആശയത്തെ നയനഗോചരമാക്കി മാറ്റുകയാണ് ലേഖനം വഴി ചെയ്യുന്നത്, അല്ലെ? ആശയം എന്ന് പറയുന്നത് ശബ്ദരൂപമാണ്. ആ ശബ്ദരൂപമായ ആശയത്തെ നമ്മൾ എന്ത് ചെയ്യാണ്? കണ്ണുകൾക്ക് ഇമ്പമാർന്ന രീതിയിലേക്ക് നമ്മൾ മാറ്റി വെക്കുകയാണ്. കണ്ണുകളെ കൊണ്ട് വായിക്കാൻ പറ്റുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ കണ്ണുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ, കണ്ണുകൾക്ക് ഇമ്പമാർന്ന രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? മാറ്റുന്നു. അതാണ് എന്ത് ഈ ലേഖനം വഴി നമ്മൾ ചെയ്യുന്നത്. ഗോചരമാക്കി എന്താ മിസ്സേ? നയനഗോചരമാക്കി കണ്ണുകൾക്ക് ഇമ്പമുള്ളതാ? കണ്ണുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഇനി ലേഖനത്തിന്റെ പ്രത്യേകതയായിട്ട് 4 പോയിന്റ് പറയുന്നുണ്ട്. ലേഖനത്തിന്റെ പ്രത്യേകത, അതും ജസ്റ്റ് പോയിന്റ്സ് മാത്രമേ പറയുന്നുള്ളൂ. ലേഖനത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഭംഗി. ഹാൻഡ് റൈറ്റിങ്ങിന് എന്തുണ്ടാവണം? ഭംഗി വേണം, അല്ലെ? കൈയക്ഷരത്തിന് നല്ല ഭംഗി വേണ്ടേ? നമ്മൾ ഡാഷ് വരത്തിയ പോലെ എന്നൊക്കെ ചില കുട്ടികളെ എഴുത്ത് കണ്ടാ പറയും, അല്ലെ? ഞാൻ പറയുന്നില്ല ആ വേർഡ്. ഡാഷ് വരത്തിയ പോലെ ഉണ്ടല്ലോ എന്റെ ഹാൻഡ് റൈറ്റിംഗ് എന്ന് അറിയും ചിലര്. മനസ്സിലായില്ല എന്താ പറയാന്നുള്ളത്? അറിയാലോ. ഭംഗി, അല്ലേ? അപ്പൊ ഭംഗി വേണം. ചില കുട്ടികൾ എഴുതുന്ന കണ്ടാല് ജമ്പോ വായിക്കാനും കിട്ടൂല. എന്താണ് ഇത് എഴുതി വെച്ചത്? ആ കുട്ടിക്ക് തന്നെ ചിലപ്പോൾ അറിയില്ല. അങ്ങനെ എഴുതി വെക്കുന്ന കാണാം കുട്ടികൾ. പിന്നെ എന്റെ മോൻ അങ്ങനെ എഴുതാ. ഞാൻ ഇതെപ്പം പറയുന്ന ഡയലോഗ്. ഭ്രാന്ത് പിടിക്കും. നമുക്ക് പരീക്ഷ പേപ്പറൊക്കെ നോക്കുമ്പോൾ നമുക്ക് ദേഷ്യം പിടിക്കും.
നമ്മളിത് തിരക്കിടിച്ച് നോക്കാൻ നിൽക്കുമ്പോൾ ഏട് പോലും നമുക്ക് വായിക്കാൻ പറ്റൂലേ. എന്തിന് എഴുതി വെക്കാന്ന് ആർക്കറിയാം. ആർക്കോ വേണ്ടി അവർ എന്തൊക്കെയോ ചെയ്തു വെക്കുകയാണ്. ഇനിയിപ്പോ അത്ര നല്ല ഭംഗിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് വായിക്കാൻ പറ്റിയാ മതി അല്ലേ. ഭംഗി വേണമെന്നൊന്നുമില്ല, അച്ചടി പോലെ എഴുതി വെക്കണം എന്നൊന്നുമില്ല. എന്നാലും കണ്ണുകളെ കൊണ്ടൊന്നും വായിക്കാൻ പറ്റണ്ടേ അല്ലേ? അതാണ് പറയുന്നത്. പിന്നെ വേഗത. ഇനിയിപ്പോ നല്ല ഭംഗിയുണ്ട്, ചിലവരുണ്ട് എഴുതി നമ്മളെ പരീക്ഷാ പേപ്പറൊക്കെ നോക്കുന്ന സമയത്ത് ഫസ്റ്റത്തെ 2-3 പേജൊക്കെ നല്ല വൃത്തി ഉണ്ടാവും കേട്ടോ. ലാസ്റ്റിക്ക് നോക്കുമ്പോൾ എന്തില്ല വൃത്തി ഉണ്ടാവില്ല. അപ്പൊ കുട്ടികൾ ചോദിക്കും മിസ്സേ അത് സ്പീഡിൽ എഴുതിയപ്പോ ആയതാണെന്ന്. ഇനിയിപ്പൊ ഇതൊക്കെ അക്ഷരത്തെറ്റ് മിസ്സേ അത് സ്പീഡിൽ എഴുതിയപ്പോ അക്ഷരത്തെറ്റ് വന്നാണ്. അക്ഷരത്തെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡിൽ എഴുതിയ അക്ഷരത്തെറ്റ് വരുമോ അല്ലേ? ശരിക്കും നന്നായിട്ടുള്ളൊരു ഹാൻഡ് റൈറ്റിംഗുള്ള കുട്ടിയാണെങ്കിൽ ചാറ ചപ്പറായിട്ട് നമ്മൾ എഴുതിയേക്കുക നമ്മൾ പറയും മലയാളത്തിൽ പറയുകയാണെങ്കിൽ. അങ്ങനെ എഴുതിയേക്കുക എന്ന് പറയുമ്പോൾ കുട്ടിക്ക് അത് ശരിക്കും എഴുതാൻ അറിയാഞ്ഞിട്ടല്ലേ. അപ്പൊ വേഗത, എഴുതുമ്പോൾ നല്ല വേഗത വേണം, എന്നാലോ വൃത്തിയായിട്ട് എഴുതുകയും വേണം. വൃത്തികേടായിട്ട് എഴുതാൻ പറ്റുമോ? വേഗത ഉണ്ട് വെച്ചിട്ട് സ്പീഡിൽ എഴുതിച്ചിട്ട് വൃത്തികേടായിട്ട് എഴുതാൻ പറ്റുമോ? ഇല്ല അല്ലെ. ഭംഗി വേണം, എന്നാ വേഗത വേണം, എന്നാലോ വൃത്തിയായിട്ട് എഴുതുകയും വേണം, വ്യക്തതയും വേണം. ഇനിയിപ്പൊ വേഗത്തിൽ എഴുതിയിട്ട് ചാറ ചപ്പറായിട്ട് നമ്മളിപ്പോ ഡാഷ് ഡാഷ് വരത്തിയ പോലെ എഴുതി വെച്ച് കഴിഞ്ഞാൽ അവിടെ വ്യക്തത ഉണ്ടാവുമോ? ഇല്ല. വ്യക്തതയും വേണം. പിന്നെ അനുപാതക്രമം. എന്താണ് ഈ അനുപാതക്രമം? നമ്മൾ നേരത്തെ ദൃഷ്ടിവിന്യാസ ഘടകം പഠിച്ചില്ലേ, അതേപോലെയാണ് ഈ അനുപാതക്രമം. സ്പേസ് വിട്ട് എഴുതുക അല്ലെ. നമ്മളിപ്പോ ഒരു പദം കഴിഞ്ഞിട്ട് അടുത്ത പദത്തിലേക്ക് പോകുമ്പോൾ അവിടെ ചെറിയൊരു സ്പേസ് ഉണ്ട്, അത് കഴിഞ്ഞ അടുത്ത പദത്തിലേക്ക് ഒരു സ്പേസ് ഉണ്ട് അല്ലെ. പിന്നെ നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടുന്നിടത്ത് ഫുൾ സ്റ്റോപ്പ് ഇടുന്നുണ്ട്, ചിഹ്നങ്ങൾ ഇടുന്നിടത്ത് ചിഹ്നങ്ങൾ ഇടുന്നുണ്ട്. ഇതൊക്കെ ഉണ്ട്. ഇതാണ് ഈ അനുപാതക്രമം എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ലേഖനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഭംഗി, വേഗത, വ്യക്തത, അനുപാതക്രമം. 4 എണ്ണം. ഭംഗി, വേഗത, വ്യക്തത, അനുപാതക്രമം. എന്താണ് പറഞ്ഞു നോക്കിക്കേ. ഭംഗി, വേഗത, വ്യക്തത, അനുപാതക്രമം. ഭംഗി, വേഗത, അനുപാതക്രമം, വ്യക്തത. ഭംഗി, വേഗത, വ്യക്തത. ഭംഗി, വേഗത, വ്യക്തത, അനുപാതക്രമം. ഭംഗി, വേഗത, വ്യക്തത, അനുപാതക്രമം. ഇയാൾ ശബ്ദം ഒന്ന് കേട്ടിട്ടേ ഇല്ലല്ലോ, അപ്പൊ വന്നിട്ടുള്ളൂ. ഞാൻ 8 മണിക്കാ കയറിയത്. ഇന്നിപ്പോ റേഡിയോ ഓണല്ല. അത് ശരി. ഞാൻ വിചാരിച്ചു അല്ലെങ്കിൽ എന്നും വീഡിയോ ഓൺ ആക്കി സംസാരിക്കുന്ന ആളാണല്ലോ റബീസനെ പോലെ തന്നെ. ഇതിപ്പോ ആളെ കാണില്ല. ഇപ്പൊ ഞാൻ ശബ്ദം കേട്ടപ്പോ ഇപ്പൊ കേറിയിട്ടുള്ളൂ. 8 മണിക്ക് കയറി. എവിടെ ഉണ്ടായി കേക്കുണ്ടായി. ഇന്നിപ്പോ വീഡിയോ ഉണ്ടാക്കാനുള്ള പറ്റില്ല. ഇന്നിപ്പോ പഠിച്ചതിൽ കുറച്ച് കടുകട്ടി സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടാ, ഒന്ന് നോക്കണേ. മിസ് ക്വസ്റ്റ്യൻസ് ഒന്നും ഇട്ടില്ല കേട്ടോ. ദൃഷ്ടിവിന്യാസ ഘടകവും പശ്ചാത്തലമൊക്കെ കുറച്ചൊരു മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ഒന്ന് നോക്കുക കേട്ടോ. ദൃഷ്ടിവിന്യാസ ഘടകം എന്താന്ന് മനസ്സിലായിരുന്നു. 2 വാക്കുകൾ തമ്മിലുള്ള കോണളവ്, അതായത് ദൃഷ്ടി പതിക്കുന്നതിനുള്ള അളവ്. അതന്നെ, ആ ഡിസ്റ്റൻസ്, അതിനാണ് ദൃഷ്ടിവിന്യാസ ഘടകം. പശ്ചാത്ഗമനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു പദം വായിച്ചിട്ട് പിന്നെയും എന്ത് ചെയ്യുക, പുറകോട്ട് പോവുക, പിന്നെയും ദൃഷ്ടി പുറകോട്ട്. അടുത്ത വാക്ക് വായിക്കാൻ പറ്റാണ്ട് ഇപ്പുറത്തേക്ക് തന്നെ ബാക്കിൽ തന്നെ നിൽക്കുക, ആ ഒരു സംഭവം. അതിനാണ് പശ്ചാത്ഗമനം. ഓക്കെ അല്ലേ? ഇനി നമ്മൾ പറയുന്നത് നെക്സ്റ്റ് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കാര്യമാണ്, ലേഖന പരിശീലനത്തിലുള്ള തന്ത്രങ്ങളാണ്. എഴുത്ത് പരിശീലിപ്പിക്കാനുള്ള ടെക്നിക്സ് എന്തൊക്കെയാണെന്ന്. എന്താണ് സാധാരണ നമ്മൾ പറയുന്നതാണ്. ഇപ്പൊ റബീസ പറഞ്ഞു എന്റെ മോന്റെ ഹാൻഡ് റൈറ്റിംഗ് ഇങ്ങനെയാണ്, അതിനുള്ളൊരു വഴി എന്താ? കോപ്പി എഴുതിപ്പിക്കുക എന്നുള്ളത്. മിസ്സേ ഇവന് കോപ്പിയല്ലേ എഴുതിയതാ മിസ്സേ? സത്യം പറയാല ഓവന് കോപ്പി എഴുതി. കൊറോണ സമയത്ത് എന്ന് പറയുമ്പോൾ ഞാൻ ഇവന്റെ കൂടെ ഇരുന്നിട്ട് നല്ല നീറ്റിൽ എഴുതിപ്പിക്കും പതുക്കെ. അപ്പൊ കേഴ്സീവാന്ന്, അപ്പൊ ഇവൻ നല്ല വൃത്തിക്ക് എഴുതും. സ്കൂളിൽ കൊറോണയിലും കഴിഞ്ഞ് സ്കൂളിൽ പോയിട്ട് പിന്നെ അവന്റെ നോട്ട് കാണണം മിസ്സേ. അതന്നെ അവസ്ഥ, എന്താ ചെയ്യാ? എത്രാം ക്ലാസ്സിലപ്പോ പഠിക്കണേ? 7th. എന്റെ മോന് 7th. ഒന്നും മനസ്സിലല്ല. മിസ്സിന് പറയോ ഒന്നെങ്കിൽ ഹാൻഡ് റൈറ്റിംഗ് നല്ല വൃത്തിയാണെങ്കിൽ നമുക്ക് പേപ്പർ നോക്കാൻ കുറച്ചും കൂടി ഈസി ആയിരുന്നു.
എന്താ ചെയ്യാ മിസ്? അല്ലെങ്കിൽ പറയാ കോപ്പി എഴുതിയിട്ടില്ല ഒന്നുമില്ല. ഇത് കോപ്പിയൊക്കെ എഴുതി കൊറോണ ടൈം നല്ല നീറ്റിൽ എഴുതുമായിരുന്നു. ഞാനിങ്ങനെ അടുത്തിരുന്ന് ഇങ്ങനെ എഴുതിപ്പിക്കും. അപ്പൊ നല്ല നീറ്റ് ഉണ്ടാവും. പിന്നെ അങ്ങോട്ട് പോയല്ലോ മിസ്സെ. പിന്നെ ഇപ്പൊ ഒന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് തന്നെ മനസ്സിലാവില്ല വായിക്കാൻ. എന്താ ഞാൻ ചെയ്യാ? നിങ്ങളോട് പറഞ്ഞു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴൊന്നും എനിക്ക് വായിക്കാൻ അറിയില്ല ഓന്റെ ഹാൻഡ് റൈറ്റിങ്. അങ്ങനെ പോൻ തന്നെ സ്വയം എന്ത് ചെയ്ത് തിരുത്തി ഇപ്പൊ മാറ്റി, കേഴ്സീവ് മാറ്റി. ആ കേഴ്സീവ് തന്നെയാണ്, പക്ഷെ ഇങ്ങനെ ഡോക്ടർ എഴുതിയ പോലെയാണ്. ശരിക്കും നമുക്ക് വായിക്കാൻ പറ്റില്ലല്ലോ. ഇല്ല. ഡോക്ടേഴ്സിന്റെ ഹാൻഡ് റൈറ്റിംഗ് എന്താ ചെയ്യാ മിസ്? എങ്ങനെയായാലും എന്താ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പൊ ഇവൻ പറയും മിസ് ഇങ്ങനെ ഡിക്റ്റേറ്റ് ചെയ്യുമ്പോ സ്പീഡില് ഇതാക്കുന്നുണ്ടെന്ന് പറയും. പക്ഷെ എന്ത് ചെയ്യണം എന്നറിയാം, അത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം. അല്ലെങ്കിൽ വലിയ ക്ലാസ്സിൽ എത്തുമ്പോൾ വലിയ പ്രശ്നമായി മാറും അത്. പബ്ലിക് എക്സാം ഒക്കെ എഴുതുമ്പോഴേ ഇപ്പൊ നമ്മുടെ ടീച്ചേഴ്സ് അല്ലേ പേപ്പർ നോക്കുക, അത് കഴിഞ്ഞാൽ പബ്ലിക് എക്സാമിന് നമ്മളൊന്നും അല്ലല്ലോ പേപ്പർ നോക്കുക. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ഏത് വലിയ പ്രോബ്ലം ആയി മാറും, മാർക്ക് കുറയാനുള്ള ചാൻസ് ഉണ്ട്. എത്ര നന്നായിട്ട് എഴുതിയാലും അവർക്കത് വായിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ മാർക്ക് കുറയും. അപ്പൊ എന്താ ചെയ്യാ മിസ്? ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനിയും കോപ്പി എഴുതിക്കോ വേണ്ട? കോപ്പി ഇപ്പൊ എന്റെ മോനൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞ എന്റെ മോൻ 4ാം ക്ലാസ് വരെ CBSE, 5 വരെ CBSE പഠിച്ചതാണ്. അപ്പൊ ഇപ്പൊ അവന് മലയാളം ഗവൺമെന്റ് സ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിക്കുന്നത്. അപ്പൊ അവിടെ എങ്ങനെയാന്ന് വെച്ചാല് LKG മുതല് ഈ 5ാം ക്ലാസ് വരെ നോട്ട്സ് ഫുള്ള് കോപ്പിയില്. മനസ്സിലായോ? നോട്ട്സ് എഴുതുക കോപ്പിയാ. മലയാളം ആണെങ്കിൽ 2 ലൈനിലാണ് നോട്ട്സ് എഴുതുക. അതിന് വേറെ പിന്നെ വരല്ലാത്ത നോട്ടോ വരള്ള നോട്ടോ ഇല്ല. മലയാളം എന്നുള്ളൊരു സബ്ജക്റ്റാണ് പഠിക്കുന്നത് വെച്ചാൽ അവിടെ 2 ലൈനിലാണ് മലയാളത്തിലെ നോട്ട്സ് എഴുതുക. ഇംഗ്ലീഷ്, സോഷ്യൽ സയൻസ്, പിന്നെ അതേപോലെ തന്നെ അങ്ങനെയുള്ള സബ്ജക്ട്സ് ഒക്കെ എഴുതുക ഇതിലാ 4 ലൈനിലാണ്. മാത്സിന് മാത്രമേ ഉള്ളൂ അൺറൂൾഡ് ആയിട്ടുള്ള ബുക്ക്. നോട്ട്സ് എഴുതല് 4 ലൈനും 2 ലൈനും. അല്ലാണ്ട് സാധാ നോട്ട്ബുക്ക് ഒരിക്കില്ലേ. മാത്സിന് മാത്രമേ സാധാ നോട്ട്ബുക്ക് ഉള്ളൂ. അങ്ങനെയാണ് ഓന് കേഴ്സീവ് ആയാലും നന്നായിട്ട് എഴുതാൻ പറ്റുക. പണ്ടത്തെ കേഴ്സീവ് അത്രയും തരംതാന്ന കേഴ്സീവ് ഓന് എഴുതാൻ അറിയില്ലേനി. എന്നിട്ട് ടീച്ചർ എന്നെ വിളിച്ച് പറയുന്നു, മിസ്സേ ഓന് കേഴ്സീവ് എഴുതാൻ അറിയില്ല ടീച്ചറെ, അറിയില്ല. അപ്പൊ അതുകൊണ്ട് ഇനി എന്താ ചെയ്യാ, നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കണമല്ലോ. അങ്ങനെ ഞാൻ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് ഓനെ എഴുതി. അതിന്റെ കേഴ്സീവിന്റെ വേറെ സെപ്പറേറ്റ് ബുക്കൊക്കെ ഞാൻ വാങ്ങിക്കൊടുത്ത് അവനെ കൊണ്ട് എഴുതിപ്പിച്ച് കേഴ്സീവ് അടിപൊളിയായിട്ട് എഴുതാൻ പഠിച്ചു. അത് കഴിഞ്ഞ് കേഴ്സീവ് അടിപൊളിയായിട്ട് എഴുതാൻ പഠിച്ച് അവിടെയൊക്കെ നിർത്തിപ്പോന്നു. അവിടുത്തെ സ്കൂളിൽ ഒന്നും ഒരു പ്രശ്നമില്ലേനി. സെന്റ് പോൾസിലായിരുന്നപ്പോൾ ഒരു കുഴപ്പമില്ല. അത് കഴിഞ്ഞപ്പോ ഗവൺമെന്റ് സ്കൂളിലേക്കാണ് മാറ്റിയപ്പോൾ അവിടുത്തെ ടീച്ചർമാർക്കും കുട്ടികൾക്കും ഒന്നും ഇത് മനസ്സിലാവുന്നില്ല. കേഴ്സീവ് അവിടെ ഉള്ളവരൊന്നും കേഴ്സീവിൽ എഴുതുന്നില്ല. അവസാനം ടീച്ചർ പറയാൻ തുടങ്ങി ശരിക്കും വായിച്ചാൽ കിട്ടുന്നില്ലാന്ന്. അപ്പൊ പിന്നെ ഞാൻ അവനോട് പറഞ്ഞു, ചെയ്തിപ്പോ പ്രശ്നമാവും, മാർക്ക് കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നീ എന്ത് ചെയ്തോ, ജസ്റ്റ് പച്ച കേഴ്സീവ് കുറയ്ക്കണ്ട, എന്നാലും ഇങ്ങനെ മനസ്സിലാവാത്ത രീതിയിൽ എഴുതുന്ന ആ ഭാഗമൊക്കെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ നോക്കുമെന്ന് ഞാൻ അവനോട് പറഞ്ഞു. അപ്പൊ ഉണ്ട് പിന്നെ ഓട്ടോമാറ്റിക്കലി ഓനെ അതിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ എഴുതി ഇപ്പൊ ക്ലിയർ ആയിട്ട് എഴുതാൻ തുടങ്ങി. അങ്ങനെ മനസ്സിലായോ? അതുകൊണ്ട് നമ്മൾ എപ്പോഴെങ്കിലും ഒരു കോപ്പി എഴുതിച്ചുകൊണ്ട് മാത്രം ഹാൻഡ് റൈറ്റിംഗ് നന്നാവൂല. അങ്ങനെ ഉണ്ട്. ഇപ്പൊ ഞാനിപ്പോ പഠിപ്പിക്കുന്ന ഇവരെന്ന് പറയുമ്പോൾ 3ാം ക്ലാസ് വരെ ICSE ആണ്. അപ്പൊ 3ാം ക്ലാസ് വരെ ഇത് മറ്റേ കോപ്പിയിൽ എഴുതാം. പിന്നെ സാധാ നമ്മളെ റൂൾഡ് ആണ്. അങ്ങനെ എഴുതിയിട്ട് പിന്നെ അപ്പൊ അന്നേരമാണ് ഇവന്റെ ഇത് ചേഞ്ച് ചെയ്തത് കുറച്ച്. അപ്പൊ കോപ്പിയിൽ എഴുതിയാൽ ശരിയാവുമായിരിക്കും അല്ലെ? എഴുതി പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം, അല്ലാതെ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റൂല. അവനോട് തന്നെ പറയാം, നീ അതൊന്ന് കറക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ വലിയ ക്ലാസ് എത്തുമ്പോൾ പ്രശ്നമാവുന്നേ. അപ്പൊ അവരെന്നെ ഒരു വലിയ കുട്ടിയായില്ലേ, 7ാം ക്ലാസ് എത്തിയില്ലേ, അവരെന്നെ സ്വയം തിരുത്തും. എന്റെ മോനൊക്കെ അപ്പൊ അങ്ങനെ തിരുത്തിയത്. ഇക്കൊല്ലാണ് ഓനെ. ഇക്കൊല്ലാം ആദ്യമൊക്കെ അതേപോലെ കേഴ്സീവ് വരുന്ന എഴുതിയത്. ഒറ്റത്തെ ഒരു 3 or 4 months, ഒരു 3 മാസം കഴിഞ്ഞപ്പോഴാണ് ഓന് മാറ്റാൻ തുടങ്ങിയത്. ഇപ്പൊ കുറച്ചായിട്ടുള്ളൂ, 2-3 മാസമായിട്ടുള്ളൂ മാറ്റിയത്. ഞാൻ എന്റെ മോന്റെ ആദ്യത്തെ കേഴ്സീവ് ഇപ്പൊ ഓനെ എഴുതണം, ഞങ്ങൾക്ക് ഫോട്ടോ വിട്ടുതരാം, ഞങ്ങൾക്ക് അതിന്റെ ഡിഫറൻസ് മനസ്സിലാവും. ആദ്യം ഓൻ എങ്ങനെയായിരുന്നു കേഴ്സീവിൽ ഇംഗ്ലീഷ് എഴുതിയിരുന്നു, ഇപ്പൊ എങ്ങനെയാണ് ഓൻ ഇംഗ്ലീഷ് കേഴ്സീവ് ഇല്ലാതെ എഴുതുന്നതെന്ന് ഞാൻ വിട്ടുതരാം ഓന്റെ ഹാൻഡ് റൈറ്റിംഗ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര വ്യത്യാസം ഉണ്ട്. എനിക്ക് വായിക്കാൻ പറ്റില്ല കേട്ടോ, നീ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഓന്റെ കേഴ്സീവ് വായിക്കാൻ പറ്റില്ല. ഇപ്പൊ ഓൻ എന്ത് ചെയ്തിട്ടുണ്ട്, മാറ്റി എഴുതാൻ തുടങ്ങി. അപ്പൊ ശ്രമിച്ചാൽ പറ്റും. അവനോടൊന്ന് ശ്രമിച്ചു നോക്കാൻ പറയാം. ഒഴിവുള്ള സമയത്തൊക്കെ ഇരുന്ന് എഴുതുന്ന, അപ്പൊ വീട്ടിലേക്കൊക്കെ നോട്ട്സ് എഴുതാനൊക്കെ കൊടുക്കൂലേ, അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യാ, നമുക്ക് വീട്ടിലിരുന്ന് എഴുതുന്ന നോട്ട്സ് ഒക്കെ എന്ത് ചെയ്യാ, ആ രീതിയിൽ എഴുതി വെക്കുക. സെപ്പറേറ്റ് വേർഡ്സ് വെച്ചിട്ട് ആൽഫബറ്റ്സ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്താലാണ് ഇങ്ങനെ കൂട്ടി കുഴച്ച് എഴുതുമ്പോഴല്ലേ കേഴ്സീവ് ആവും. അതില്ലാതെ തന്നെ വേർഡ്സിനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതി നോക്കാൻ പറയും. അപ്പൊ അതങ്ങനെ റെഡി ആയിക്കോളും. ഇവർക്ക് അവിടെ കേഴ്സീവ് തന്നെ എഴുതണം, കമ്പൽസറി ആണ് എഴുതണം അല്ലേ? അത് ശരി, അതൊരു പ്രോബ്ലം ആണ്.
നോക്കാം. നോക്കിക്കോ, എന്തായാലും പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. കേഴ്സീവിൽ എഴുതുമ്പോ നന്നായി വായിക്കാൻ പറ്റുമോ? അതെന്താന്നാവോ? എന്താന്നറിയില്ല. എനിക്ക് പിന്നെ അങ്ങനത്തെ വേറെ തന്നെ ഒരു കളിയാ മിസ്സേ. പറഞ്ഞാലും ADHD ആന്ന് മിസ് തന്നെ പറയും ടീച്ചർ സ്കൂളിന്ന്. ഇരുന്നാലും ഇരിക്കുകയും ചെയ്യും. എന്തെങ്കിലും ഇങ്ങനെ കയ്യില് വേണം. ശരി. പഠിക്കാൻ ഉഷാറാണോ? പഠിക്കാൻ ആവറേജ്. അപ്പൊ ലേഖന പരിശീലനത്തിലുള്ള തന്ത്രങ്ങള്, അതില് 3 പോയിന്റ് ആണ് ഇവിടെ പറഞ്ഞത്. എന്താടാ സമയായില്ലേ മിസ്സേ? സമയം കഴിഞ്ഞപ്പോ പോയതാ? എല്ലാരും പോയി. ഓക്കെ, 8:30 കഴിഞ്ഞല്ലോ അല്ലേ? നമുക്ക് നിർത്തല്ലേ? നാളെ എടുക്കാം. നാളെ നോക്കാം മിസ്സേ. ഓക്കെ. താങ്ക് യു മിസ്. ഓക്കെ.